എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അതിനൊന്നും സാധിക്കുന്നില്ല, വലിയ സൽക്കർമ്മങ്ങളോ സുന്നത്തോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചില ദുർബലതകളുണ്ട്, ചില ക്ഷീണങ്ങളുണ്ട്, അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഫകുഫു അനിൽ മആസി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? തിന്മകളിൽ പോയി ചാടാതെ അതിനെ പിടിച്ചിരുത്തെങ്കിലും വേണം. കാരണം തിന്മ സംഭവിച്ചാൽ കാര്യം നേരെ തിരിഞ്ഞു. സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടിസ്ഥാനത്തിന്മ കെട്ടിപ്പടുക്കുകയാണ്. തിന്മ ചെയ്യുമ്പോൾ അവന്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് അവൻ വീഴുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മൾ ഇടയ്ക്കെല്ലാം വായിക്കാറുള്ള, കുറെ മുമ്പ് തന്നെ വായിച്ചു തുടങ്ങിയിരുന്ന ഒരു കിതാബാണ് ഇബ്നുൽ ജൗസി റഹ്മഹുള്ളയുടെ ആദാബു അൽ ഹസൻ അൽ ബസരി സുഹുദുഹു വ മവാഇദുഹു എന്നുള്ളത്. ഹസൻ അൽ ബസരി റഹ്മഹുള്ളയുടെ ജീവിതവും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള മറ്റു ചില കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം നഖൽ ചെയ്തിട്ടുള്ള, ഉദ്ധരിച്ചിട്ടുള്ള ഒരു കിതാബാണ്. മുമ്പും പറയാറുള്ള വിഷയമാണ് മുൻഗാമികളുടെ അസറുകൾ എന്നുള്ളത്. അവരുടെ ഉപദേശങ്ങൾ എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവരാണ് ഏറ്റവും നല്ല ഫഹ്മുണ്ടായിരുന്നവരും ഏറ്റവും തകല്ലുഫിൽ നിന്ന്, വക്രതയിൽ നിന്നുമെല്ലാം ഒഴിവായിട്ടുള്ള ആളുകളും. സലഫുകളുടെ ചരിത്രങ്ങളിൽ അതിൽ വേറിട്ട് നിൽക്കുന്ന, പ്രത്യേകമായി മറ്റുള്ളവർ പോലും ബഹുമാനിക്കുന്ന, പരാമർശിക്കുന്ന രണ്ടാളുകളാണ് അൽ ഹസൻ അൽ ബസരി, അതുപോലെ ഖലീഫയായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഈ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബ്നുൽ ജൗസി റഹിമഹുല്ല. ഒന്ന് നമ്മളിപ്പോൾ വായിക്കുന്ന ഈ കിതാബും അതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയുടെ വാക്കുകളും അതുപോലെ ചില സംഭവങ്ങളും എല്ലാം ക്രോഡീകരിച്ചിട്ടുള്ള മനാഖിബു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നുള്ള കിതാബും രണ്ടും വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ കിതാബിലെ 6 ഫസ്ലുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ ഫസ്ലിന്റെ പകുതിയോളം നമ്മൾ വായിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി പകുതിയാണ് നമ്മൾ വായിക്കുന്നത്. അടുത്തൊരു അസർ, വലമ്മ ബലഗൽ ഹസന മസ്റഉൽ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമാ. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹുവിന്റെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിച്ചു. കർബലയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഹസൻ ബസരിയുടെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇൻതഹബ വതഅവ്വഹ. അദ്ദേഹം കരയാനും അതുപോലെ തന്നെ തേങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വഖാല വാ ഹസ്റതാഹ്, എന്തൊരു നാശമാണ്, മാദാ ലഖിയത് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് സംഭവിച്ചിട്ടുള്ളത്, എന്തൊരു അവസ്ഥയാണ് ഈ ഉമ്മത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഖതല ഇബ്നു ദഈഹ ബിൻ നബിയ്യഹ. ഇതാ ആ ഉമ്മത്തിലെ ഒരു മകൻ ആ ഉമ്മത്തിന്റെ നബിയുടെ മകനെ വധിച്ചിരിക്കുന്നു. മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഫിത്നയുടെ അനന്തരഫലമായിട്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. എന്നിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹുമ്മ കുൻ ലഹു ബിൽ മിർസാദ്, അല്ലാഹുവേ നീ അവർക്കൊരു മേൽനോട്ടക്കാരനായിട്ട് അവരുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണമേ. അഥവാ ഹുസൈൻ റളിയല്ലാഹുവിനെ വധിച്ചവരുടെ. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്തു സൂറത്ത് ശുഅറയിലെ 227-ാമത്തെ ആയത്ത്, വസയഅലമുൽ ലദീന ളലമു അയ്യ മുൻഖലബിൻ യൻഖലിബൂൻ. തീർച്ചയായിട്ടും അക്രമം ചെയ്തവർ അവർ അറിയുക തന്നെ ചെയ്യും എന്തൊരു മടക്കമാണ് അവർ അള്ളാഹുവിലേക്ക് മടങ്ങാൻ പോകുന്നത് എന്ന് അദ്ദേഹം പാരായണം ചെയ്യുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ അതിന് മാത്രമായിട്ടൊരു ദർസ് വേണ്ടി വരും. ഹുസൈൻ റളിയല്ലാഹുവിന്റെ വധവും കർബലയിൽ സംഭവിച്ചതും
അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തും അതിനുശേഷമുണ്ടായ ആ ഒരുപാട് കാലത്തെ ആ സംഭവങ്ങൾ അത് ഇസ്ലാമിക ലോകത്ത് എന്നും ഒരു വിഷമമായിട്ടിരിക്കുന്ന ഒരു ചരിത്രമാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിൽ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് കാലത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞു സ്വഹാബികളുടെ കാലത്ത് തന്നെ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹസനുൽ ബസരി. ഇസ്ലാമിക ലോകത്തെ നിർണായക കാലത്തിലെല്ലാം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ ഈ ഒരു വാർത്തയാണ് അദ്ദേഹം പറഞ്ഞത്. അതിയായി അദ്ദേഹം അതിൽ വിഷമിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാം. അടുത്തത് അദ്ദേഹം പറയുമായിരുന്നു, ഇബ്നു ആദം, മനുഷ്യ, ഖദ്ദിം മാ ശിഅത മിൻ അമലിൻ സാലിഹിൻ ഔ ഗൈരിഹി, നിനക്ക് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ സൽക്കർമ്മങ്ങൾ നിനക്ക് മുൻകൂട്ടി ഒരുക്കാം. ഫഇന്നക ഖാദിമുൻ അലൈഹി, അത് നീ കണ്ടെത്തുന്നതാണ്, അത് നിനക്ക് ലഭിക്കുന്നതാണ്. വഅഖിർ മാ ശിഅത അൻ തുഅഖിർ, നിനക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിനക്കത് വൈകിപ്പിക്കാം, ചെയ്യൽ വൈകിപ്പിക്കാം. ഫഇന്നക റാജിഉൻ ഇലൈഹി, നീ അതിലേക്ക് ആവശ്യക്കാരനാകുന്ന, നീ അതിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊരു വളരെ ചിന്തിക്കേണ്ട ഒരു ഉപദേശമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്കൊരു മശീയത്ത് തന്നിട്ടുണ്ട്, അഥവാ നമുക്കൊരു ഉദ്ദേശം തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ ഒരു പരിധി വരെ അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതിൽ ഏതൊരു നന്മ നമ്മൾ മുൻകൂട്ടി ഒരുക്കി വെച്ചാലും നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ അതിനെ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഏതെല്ലാം കാര്യങ്ങളാണോ നമ്മൾ വൈകിപ്പിച്ചിട്ടുള്ളത്, എന്താണോ തഅഖർ നമ്മൾ വൈകിപ്പിച്ചിട്ടുള്ളത്, അതും നാളെ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ കണ്ടെത്തും, നമ്മൾ അത് ഖേദിക്കേണ്ടി വരും. അപ്പൊ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ അദ്റക ആഖിറ الزمان ഫൽയകുൻ ഹിൽസൻ മിൻ അഹ്ലാസി ബൈതിഹി, ആരാണോ കാലത്തിന്റെ അവസാനത്തിലെത്തുന്നത്, അഥവാ ലോകാവസാനത്തിനോട് അടുക്കുന്ന വിദൂരമായിട്ടുള്ള അവസാന കാലത്തിലാകുന്നത്, അവനാകട്ടെ ഫൽയകുൻ ഹിൽസൻ മിൻ അഹ്ലാസി ബൈതിഹി, അവന്റെ വീട്ടിലെ വിരിപ്പുകൾ, നമ്മൾ താഴെയെല്ലാം വിരിക്കുന്ന വിരിപ്പുകൾക്കാണ് ഹിൽസ് എന്ന് പറയാം, അതുപോലെയുള്ള വിരിപ്പുകളിൽ ഒരു വിരിപ്പായിട്ട് അവൻ മാറട്ടെ എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഫിത്ന വർദ്ധിക്കുന്ന കാലത്ത് ആരാണോ അവന്റെ ഇൽസം ബൈതക്, അവന്റെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നത്, അവനാണ് സുരക്ഷിതൻ. അവനെ കൊണ്ട് മറ്റുള്ളവർക്കും ഫിത്ന ഉണ്ടാവരുത്, മറ്റുള്ളവരെ കൊണ്ട് അവന്റെ ദീനിനും എന്തുണ്ടാവരുത്, ഫിത്ന ഉണ്ടാവരുത്. മിണ്ടാതെ അവന്റെ കാര്യം നോക്കിയിട്ട് ഒരു ഭാഗത്ത് ഇരിക്കുക എന്നുള്ളത്, അതാണ് ഇവിടെയും ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലും ഉദ്ദേശിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതായത് ഓരോ കാലത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, അന്ത്യനാൾ അടുക്കും തോറും, ഓരോ ദിവസം കഴിയും തോറും ഫിത്നകൾ, ദീനിലാവട്ടെ ദുനിയാവിലാവട്ടെ ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് അവസാന കാലത്ത് വളരെയധികം വർദ്ധിക്കും. ഏറ്റവും അധികം ഫിത്നയിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ പിഴച്ചു പോയൊരു കാലത്താണ് ലോകാവസാനം സംഭവിക്കുക. അപ്പൊ ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? എല്ലായിടത്തും പോയി തലയിടലാണോ? എല്ലാ കാര്യങ്ങളിലും പോയിട്ട് എത്തി നോക്കലാണോ? അല്ല. ദീനിന്റെ വിഷയത്തിലാവട്ടെ അല്ലാത്ത വിഷയങ്ങളിലാവട്ടെ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മേലെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ദീനിന്റെ ഇൽമു നേടുകയും അനാവശ്യ കാര്യങ്ങളിൽ പോയി തലയിട്ട് അഭിപ്രായം പറയാതെ, നമ്മുടെ വാക്കുകൾ പറയാതെ, നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതെ അവനവന്റെ കാര്യം നോക്കി മാറി നിൽക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഉലമാക്കളാണ് ഫിത്നയുടെ സന്ദർഭത്തിൽ സംസാരിക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുള്ളവരും അറിവില്ലാത്തവരും എല്ലാവരുമാണ് ഒരു ദീനിന്റെ മസലയിൽ ചർച്ച ചെയ്യുക. ഒരു ഫിത്ന, ഒരു കുഴപ്പമുണ്ടാകുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൽ സംസാരിക്കാൻ 100 കൂട്ടം ആളുകളാണ്. അറിവില്ലാത്ത ആളുകളുടെ സംസാരം കൊണ്ട് ആ ഫിത്ന ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. അറിവില്ലാത്തവർ മിണ്ടാതെ അവരുടെ ദീനിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടെടുക്കുകയാണ് വേണ്ടത്. അതാണ് പറഞ്ഞത്, വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളായിരിക്കണം, അവനവന്റെ കാര്യം നോക്കി നിൽക്കുന്ന ആളുകളായിരിക്കണം അവസാന കാലത്ത്. കാരണം ഫിത്നകൾ വർദ്ധിക്കും. ഇതെന്ന് പഠിക്കേണ്ട പാഠം, ഫിത്നകളിൽ പോയി നമ്മൾ അനാവശ്യമായിട്ട് തലയിടരുത്. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് നിർബന്ധമായിട്ടുള്ള മുഹ്കമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. നമ്മുടെ എന്തൊക്കെയാണ് ദീനിന് നമുക്ക് വേണ്ടത് അത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസുകൾ ധാരാളം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ഒരു അസർ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, മൻ ദമ്മ നഫ്സഹു ഫിൽ മല ഫഖദ് മദഹഹ വബിഅസ മാ സനഅ. മൻ ദമ്മ നഫ്സഹു ഫിൽ മല, ആരെങ്കിലും
ഒരു കൂട്ടത്തിൽ വെച്ച് സ്വന്തത്തെ ഇകഴ്ത്തുകയാണ്. ഞാൻ വളരെ മോശമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം ഇങ്ങനത്തെ ഒരാളാണ് എന്ന് സ്വന്തത്തെ ഇകഴ്ത്തുകയാണ്. ഫഖദ് മദഹഹ, അവൻ ശരിക്ക് ചെയ്തിട്ടുള്ളത് അവനെ മദ്ഹ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചിട്ട് തന്റെ കുറവ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ന്യൂനത പറഞ്ഞ അങ്ങനെയാണ് എന്നുള്ള നിലക്ക് സ്വന്തത്തെ ഒന്ന് ഇകഴ്ത്തി താഴ്ത്തി പറയുന്നവൻ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് അവനെ മദ്ഹ് ചെയ്യുകയാണ്. വബിഅസ മാ സനഅ, അവൻ ചെയ്തിട്ടുള്ളത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്. പലപ്പോഴും നമുക്ക് നിയ്യത്തിന്റെ ബാബിൽ, റിയാഇന്റെ ബാബിലെല്ലാം മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് പലപ്പോഴും ആളുകൾ അവർ വിചാരിക്കുന്നത് ഞാൻ എന്റെ ഒരു കുറവ് പറയുകയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്ന് അറിയിക്കുകയാണ് എന്ന നിലക്കാണ് അവർ പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളിൽ പിശാച് ഇട്ടുകൊടുക്കുന്നത് ആളുകളുടെ മുമ്പിൽ ഞാൻ ഇത്തരക്കാരനാണെന്ന് ആളുകൾ അറിയണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എന്നാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. അതാണ് പറയുന്നത്, ഒരാൾ ആളുകളുടെ മുമ്പിൽ സ്വന്തത്തെ ഇകഴ്ത്തി പറയുക എന്നുള്ളത് അവൻ യഥാർത്ഥത്തിൽ അവനെ മദ്ഹ് ചെയ്തതുപോലെയാണ്, അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥ ആളുകൾ എന്താണ് ചെയ്യുക? അത് രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്യുക. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു അസർ കാണാൻ സാധിക്കും, നീ പ്രശസ്തിയെ ഇഷ്ടപ്പെടാത്തവനാണെന്ന് ആളുകളെ അറിയിക്കുന്നത് തന്നെ നീ പ്രശസ്തിയെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ്. എനിക്ക് പ്രശസ്തിയൊന്നും ഇഷ്ടമല്ല എന്ന നിലക്ക് ആളുകളെ അറിയിക്കുന്നത് തന്നെ നീ പ്രശസ്തിയെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളമാണെന്ന് പറഞ്ഞത് കാണാം. റിയാഇന്റെ ബാബിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അടുത്തൊരു അസർ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗലാ അൽ ബുദലാഉ ലഖുസിഫത്തിൽ അർദ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ അവർ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി ഒരു ഗർത്തത്തിലേക്ക് ആഴ്ന്നു പോകുമായിരുന്നു, ഭൂമിയിൽ ഗർത്തം സംഭവിക്കുമായിരുന്നു. വലൗലാ അസ്സാലിഹൂൻ ലഹലകത്തിൽ ഉമ്മ, സ്വാലിഹ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഉമ്മത്ത് നശിച്ചു പോകുമായിരുന്നു. വലൗലാ അൽ ഉലമാ, ഉലമാക്കൾ ഇല്ല എങ്കിൽ ലകാന അന്നാസു കൽ ബഹായിം, മനുഷ്യർ മൃഗങ്ങളെ പോലെയാകുമായിരുന്നു. വലൗലാ അസ്സുൽത്താൻ ലഅകല അന്നാസു ബഅദുഹും ബഅദ, ഒരു അധികാരി ഇല്ലായിരുന്നെങ്കിൽ, ഒരു നാടിനൊരു അമീർ അധികാരി ഇല്ലായിരുന്നെങ്കിൽ ജനങ്ങൾ പരസ്പരം തിന്നുന്ന അവസ്ഥയിൽ എത്തുമായിരുന്നു. വലൗലാ അൽ ഹംഖ, വിഡ്ഢികളില്ലായിരുന്നുവെങ്കിൽ ലഖരിബത്തിദ് ദുനിയ, ദുനിയാവ് നശിച്ചു പോകുമായിരുന്നു. വലൗലാ അർരീഹ്, കാറ്റില്ലായിരുന്നുവെങ്കിൽ ലഅൻതന മാ ബൈന അസ്സമായി വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ ദുഷിച്ച ഗന്ധം കൊണ്ട് നിറയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഇതിൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്ന കാര്യം, ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ, അവരെ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലങ്ങളാണ്. ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പറഞ്ഞത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളായിട്ടുള്ള ആളുകൾ അവർ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമി ഗർത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയോ അല്ലെങ്കിൽ ഉമ്മത്ത് നശിച്ചു പോകുകയോ ചെയ്യുമായിരുന്നു. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങാനുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഫദ്ലും നിഅമത്തും ഇറങ്ങാനുള്ള ഒരു കാരണം ഒരു സമൂഹത്തിലെ സ്വാലിഹ്യങ്ങളാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അതുപോലെ പറഞ്ഞു വലൗലാ അൽ ഉലമാ, ഉലമാക്കൾ ഇല്ലായിരുന്നെങ്കിൽ, അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ ലകാന അന്നാസു കൽ ബഹായിം, മനുഷ്യരെന്താകുമായിരുന്നു? മൃഗങ്ങളെ പോലെയാകുമായിരുന്നു. കാരണം മനുഷ്യരെ ഓർമ്മിപ്പിക്കാനും അവരെ ഹലാൽ എന്താണെന്ന് പഠിപ്പിക്കാനും ത്വയ്യിബായത് എന്താണെന്ന് അറിയിക്കാനും ഹറാം എന്താണെന്ന് താക്കീത് ചെയ്യാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്താനും അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാനും ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നത് ആരാണ്? ഉലമാക്കളാണ്, ഇൽമുള്ളവരാണ്. അവരില്ലായിരുന്നെങ്കിൽ ജനങ്ങൾ മൃഗങ്ങളെ പോലെ ഹലാലും ഹറാമും അറിയാതെ, ഹക്കും ബാത്തിലും അറിയാതെ, ശരിയും തെറ്റും മനസ്സിലാക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. ഉലമാക്കൾ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞത് വലൗല അസ്സുൽത്താൻ, ഒരു ഭരണാധികാരി ഇല്ലായിരുന്നെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിന് ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തിനും, മനുഷ്യ സമൂഹത്തിന് ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു ഭരണാധികാരി ഇല്ല എങ്കിൽ ലഅകല അന്നാസു ബഅദുഹും ബഅദ, ജനങ്ങൾ പരസ്പരം ആക്രമിക്കുന്ന, തിന്നുക എന്ന് ഉദ്ദേശിച്ചത് പരസ്പരം ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ഏതൊരു സമൂഹത്തിനും ഭരണാധികാരി ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിന്. ഇസ്ലാമിക മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ ജമാഅത്തായി നടക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ നിസ്കാരം, അവരുടെ ജുമുഅ, അതുപോലെ തന്നെ സക്കാത്ത് ആവട്ടെ, മറ്റു പല കർമ്മങ്ങളാവട്ടെ, മറ്റു പല കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം ഒരു ജമാഅത്തായി നടക്കേണ്ടതാണ്. ഒരു ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു അമീർ വേണം, ഒരു സുൽത്താൻ ഉണ്ടായിരിക്കണം.
ആ അമീർ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും സമയം താഴത്തും ഉണ്ടാവണം. ആ ഭരണാധികാരിയോട് കേൾവിയും അനുസരണവും ഉണ്ടാവണം. ഭരണാധികാരിയെ കേൾക്കാതെയും ഭരണാധികാരിയെ അനുസരിക്കാതെയും ഒരു ജമാഅത്ത് നേരാവണ്ണം നിലനിൽക്കില്ല. അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരി ഇല്ലാത്ത അവസ്ഥ ഒരു സമൂഹത്തിന് വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ എന്താ ഉണ്ടാവുക? ആളുകൾക്ക് സ്വാതന്ത്ര്യമായിരിക്കും. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ മേലൊരു ഭരണാധികാരി, ഒരു നിയമവ്യവസ്ഥ ഇല്ല എങ്കിൽ എന്തായിരിക്കും? ആളുകൾ പരസ്പരം അക്രമം അഴിച്ചുവിടും. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ സമയം ഒരു ഭരണാധികാരി ഇല്ലാതെ ഒരു നാടുണ്ടാവുന്നതിനേക്കാൾ, ഒരു സമൂഹം ഉണ്ടാകുന്നതിനേക്കാൾ ഉത്തമം 60 വർഷമാണെങ്കിലും അക്രമിയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഉണ്ടാവുന്നതാണ്. കാരണം അതിന്റെ ചില ഭാഗങ്ങൾ ആ ഒരു സമൂഹം നിലനിന്ന് പോകാൻ അത് ആവശ്യമാണ്. അടുത്തത് പറഞ്ഞത് വലൗലാ അൽ ഹംഖ ലഖരിബത്തിദ് ദുനിയ. ഹംഖ വിഡ്ഢികളില്ലായിരുന്നു എങ്കിൽ ദുനിയാവ് കേടുവന്നു പോകുമായിരുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാകുന്നില്ല. ചിലപ്പോൾ എല്ലാവരും അതിബുദ്ധിമാന്മാരാണെങ്കിൽ പരസ്പരം അവർ മത്സരിച്ചുകൊണ്ട് ചില ആളുകൾക്ക് ചില അബദ്ധങ്ങൾ സംഭവിക്കുമ്പോഴെന്തുണ്ടാവുള്ളൂ? ദുനിയാവിന്റെ പ്രവർത്തനങ്ങൾ നേരെ നടക്കുള്ളൂ. അല്ലെങ്കിൽ പരസ്പരം വലിയ അക്രമങ്ങൾ നടക്കുമെന്നായിരിക്കാം, അത് കൃത്യമാകുന്നില്ല. അല്ലാഹു അഅലം. വലൗലാ അർരീഹു ലഅനത്ന മാ ബൈന അസ്സമാഇ വൽ അർദ്. കാറ്റില്ലായിരുന്നുവെങ്കിൽ ആകാശഭൂമികൾക്കിടയിൽ ദുഷിച്ച ഗന്ധം നിറയുമായിരുന്നു. അതായത് കാറ്റിനെ കൊണ്ടുള്ള ഒരു നന്മ അറിയിക്കുകയാണെന്ന് മാത്രം. അടുത്ത ഒരു അസറിൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സലാസത്തുൻ മിൻ ഖവാസിബിൽ ദഹർ. ഒരു ചതിയുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്ന 3 കാര്യങ്ങൾ, തന്റെ പുറം പൊളിച്ചു കളയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, ഇമാമുൻ തുതീഉഹു ഫയുദില്ലുക്. നീ അനുസരിക്കുന്ന ഒരു ഇമാമ്, നീ ഒരു ഇമാമിനെ നീ അനുസരിക്കുന്നുണ്ട്, പക്ഷേ ആ ഇമാമ് നിന്നെ എന്താ ചെയ്യുന്നത്? നിന്നെ പഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഇമാമ് നിനക്കുണ്ടെങ്കിൽ അത് നിനക്ക് ഏറ്റവും വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. രണ്ടാമത്തേത് വജാറുൻ ഇൻ അലിമ ഖൈറൻ സതറഹു. ഒരു അയൽവാസി, ആ അയൽവാസി നിന്നിലൊരു നന്മ കണ്ടാൽ അവൻ എന്തു ചെയ്യും? അത് മറച്ചു വെക്കും. അത് ആരോടും പറയാൻ ഒന്നിനും നിൽക്കില്ല. വൈൻ അലിമ ഷർറൻ, നിന്നിൽ നിന്നൊരു ഷർറ് അറിഞ്ഞാലോ നശറഹു, അതെല്ലാവരുടെ അടുക്കലും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തേത് വഫഖറുൻ ളാഹിറുൻ, പ്രകടമായിട്ടുള്ള ദാരിദ്ര്യമാണ്. ലാ യജിദു സാഹിബുഹു മുതലദ്ദദൻ, ആ ദാരിദ്ര്യം ബാധിച്ച ആള് ഒരു ആസ്വാദനവും അവനില്ല. ആ രീതിയിൽ ദാരിദ്ര്യം ബാധിക്കുന്ന അവസ്ഥ. ഈ 3 കാര്യങ്ങൾ ഒരുത്തന് വലിയ ഭാരമുണ്ടാക്കുന്ന, അവന്റെ പുറം തകർത്ത് കളയാന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ഒരു നേതാവ്. പക്ഷെ ആ നേതാവിന്, ഇമാം എന്ന് പറഞ്ഞാൽ എന്താണ്? അനുസരിക്കാനുള്ളതാണ്. ആ ഇമാമിനെ അനുസരിക്കുമ്പോൾ ആ ഇമാമ് നമ്മെ പിഴപ്പിക്കുകയാണ്, തെറ്റായതിലേക്കാണ് നയിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ അപകടത്തിലാണ് ചെന്ന് ചാടുക. രണ്ടാമത്തേത് ഒരു അയൽവാസി, അവൻ നമ്മുടെ ഖൈറുകൾ മറച്ചു വെക്കുന്നു, ഷെറുകൾ മാത്രം പ്രചരിപ്പിക്കുന്നു. ചില ദുആകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇങ്ങനെയുള്ള അയൽവാസിയിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു അയൽവാസി വളരെ ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തേത് ഒരു ആസ്വാദനവും ലഭിക്കാതെ അത്രയും ആളുകൾക്ക് മുമ്പിൽ പ്രകടമായിട്ടുള്ള ദാരിദ്ര്യമാണ്. അടുത്തൊരു അസറിൽ അൽ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഖുൽതു ലിൽ ഹസൻ, ഞാൻ ഹസൻ ബസ്രിയോട് ചോദിച്ചു, റജുലാനി തഫറഗ അഹദുഹുമാ ലിൽ ഇബാദ വഷ്തഗല അൽ ആഖറു ബിസ്സഇ അലാ ഇയാലിഹി. 2 ആളുകൾ, അതിലൊരാൾ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നു, രണ്ടാമത്തെ ആള് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ വേണ്ടി മാത്രം ഒഴിഞ്ഞിരുന്നു. അയ്യുഹുമാ അഫ്ളൽ, ഇതിലേതാണ് ഉത്തമനായിട്ടുള്ളവൻ? ഫഖാല ഹസൻ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, മഅതദല റജുലാൻ, ആ 2 ആളുകൾ ഒരുപോലെ ആവുകയില്ല. അല്ലദീ തഫറഗ ലിൽ ഇബാദതി അഫ്ളു വഅഹ്സനു സുൻഅൻ, ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞു നിന്നവനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രവൃത്തി ചെയ്തവൻ എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് മുൻഗാമികളിലാവട്ടെ പിൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാരാവട്ടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇതിൽ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ നിർബന്ധമായിട്ടുള്ള കടമകൾ നിർവഹിക്കുകയും എന്നിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനും മറ്റേ വ്യക്തിയും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഇതിൽ ഏതാണ് ഉത്തമൻ എന്നുള്ളിടത്ത് 2 അഭിപ്രായവും മുൻഗാമികളിലും പിൻഗാമികളിലും പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത യഥാർത്ഥത്തിൽ നിർവഹിക്കുകയും പിന്നീട് നഫ്ലുകൾ, ചില ആളുകൾക്ക് കുടുംബം നോക്കുന്നിടത്താവും അള്ളാഹുവിലേക്ക് അടുക്കുക, ചില ആളുകൾക്ക് നഫ്ലുകളായ ഇബാദത്ത്, ത്വലബുൽ ഇൽമ് അങ്ങനെയുള്ളതിൽ മുഴുകുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെയും അവസ്ഥയും സാഹചര്യവും അനുസരിച്ച് മാറുന്നതാണ്. ഹസൻ ബസ്രി ഇതിൽ ഇബാദത്തിന് ഒഴിഞ്ഞെന്നവൻ എന്ന് പ്രത്യേകം പറഞ്ഞു എന്ന് മാത്രം. മറ്റുള്ള അഭിപ്രായം പറഞ്ഞ സലഫുകളും ഉണ്ട്.
അടുത്തൊരു അസർ, ഇത് നമ്മളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ റഅയ്ത ഫീ വലദിക മാ തക്റഹു, നിന്റെ മകനിൽ, നിന്റെ സന്താനങ്ങളിൽ നിനക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നീ കണ്ടാൽ ഫസ്തഅ്തിബ് റബ്ബക്, നീ നിന്റെ റബ്ബിലേക്ക് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക, നിന്റെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തേടുക. വതുബ് ഇലൈഹി, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഫഇന്നമാ ദാലിക ശൈഉൻ ഉരിദ ബിഹി അൻത, അത് നിനക്കുദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിനക്കുദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നിന്റെ സന്താനങ്ങളിൽ നീ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സുന്നത്താണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ഒരാൾ ചെയ്ത പ്രവർത്തനത്തിന് അനുസൃതമായ പ്രതിഫലം ലഭിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്ത പല പ്രവർത്തനങ്ങളുടെയും അനന്തരഫലങ്ങൾ നമ്മുടെ തൗബ കൊണ്ടും നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടും അതിനെ മായ്ച്ചു കളയാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളിൽ നിന്ന് അത് കാണേണ്ടി വരും. അപ്പോ നമ്മുടെ മക്കളിൽ നമുക്ക് വെറുപ്പുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ചെയ്തു പോയ തിന്മകൾക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും തൗബ ചെയ്യുകയുമാണ്. കാരണം നമുക്കുദ്ദേശിച്ച ഒരു കാര്യത്തിന്റെ ഫലമായിരിക്കും നമ്മളിപ്പോൾ മക്കളിൽ കാണേണ്ടി വരുന്നത്. ഇത് അറിയപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാം അനുഭവത്തിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റു പല സംഭവങ്ങളും, ഈ വിഷയത്തിൽ മറ്റു പല സംഭവങ്ങളും നടന്നതായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെയ്തതിന്റെ അനന്തര ഫലങ്ങൾ ചിലപ്പോൾ നമ്മുടെ മക്കളിൽ കാണേണ്ടി വരുമെന്നുള്ളത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു ബൈത്ത് ഉണ്ട്. ആ ബൈത്തിന്റെ ആശയം, നീ ഒരു ദിനാറിന് വ്യഭിചരിച്ചാൽ നിന്റെ കുടുംബം അതിന് പകരം കൊടുക്കേണ്ടി വരും. ഒന്നുമില്ലെങ്കിൽ നിന്റെ മതിൽ പോലും വ്യഭിചരിക്കുന്ന അവസ്ഥ വരും. അതായത് നമ്മളൊരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ച അതിന്റെ അനന്തര ഫലങ്ങൾ നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും കാണേണ്ടി വരും എന്നത്. സലഫുകളിൽ ചിലർ അവർക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ആക്ഷേപങ്ങളോ ഉപദ്രവങ്ങളോ നേരിട്ടാല് അവർ വേഗം സുജൂദിലായി വീഴും. എന്നിട്ട് പറയും, ഇതിന് കാരണമായ എന്റെ തിന്മ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു നൽകണമേ എന്ന് അവർ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുമായിരുന്നു. അടുത്തൊരു അസർ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ അദ്ഹറന്നാസു അൽ ഇൽമ, ജനങ്ങൾ ഇൽമിനെ പ്രകടമാകുകയും വവയ്യഉ അൽ അമൽ, അമൽ പാഴാക്കുകയും വതഹാബു ബിൽ അൽസുൻ, നാവ് കൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയും വതബാഗദു ബിൽ ഖുലൂബ്, ഖൽബ് കൊണ്ട് എന്നാൽ വെറുക്കുകയും ചെയ്യുമ്പോൾ വതഖാതഉ ഫിൽ അർഹാം, കുടുംബബന്ധം മുറിക്കുകയും ചെയ്താൽ ലഅനഹുമുല്ലാഹ്, അല്ലാഹു അവരെ ശപിക്കുന്നതാണ്. ഫഅസംബഹും വഅഅമാ അബ്സാറഹും, അവരെ കണ്ണ് കാണാത്തവരും കാത് കേൾക്കാത്തവരുമായ അവസ്ഥയിൽ അവരെ മാറ്റും എന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുക. സഹോദരങ്ങളെ, ഗൗരവമേറിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധിക്കാവുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ധാരാളം പേർക്ക് ബാധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണത്. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഇദാ അദ്ഹറന്നാസു അൽ ഇൽമ വദയ്യഉ അൽ അമൽ, ആളുകൾ ഇൽമ് പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും, ഇൽമിനെ പറ്റി സംസാരിക്കുന്ന ആളുകളായിരിക്കും, ഇൽമിന്റെ വക്താക്കളായിരിക്കും. പക്ഷെ അവരുടെ അമലിൽ അത് കൊണ്ടുവരുന്ന ആളുകൾ, അമലിൽ അവരതിനെതിരായി ജീവിക്കുന്ന ആളുകൾ, അമലിൽ അവരുടെ ഭാഗത്ത് അതൊന്നും ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തഹാബു ബിൽ അൽസുൻ, നാവ് കൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന സംസാരങ്ങൾ സംസാരിക്കുക. മുസ്ലിമീങ്ങൾക്കിടയിൽ സഹോദര ബന്ധം, അവരെല്ലാം പരസ്പരം സ്നേഹിക്കുന്ന നിലയ്ക്ക് നാവ് കൊണ്ട് പറയും. വതബാഗദു ബിൽ ഖുലൂബ്, പക്ഷെ കൽബിൽ അവർ വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന അവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെത്തുക. അങ്ങനെ അവർക്ക് ഹക്ക് മനസ്സിലാക്കാനുള്ള കേൾവിയും കാഴ്ചയും നഷ്ടപ്പെടുന്ന ആ ഒരു ബോധം വരാത്ത അവസ്ഥയിൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുമെന്ന് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഇഖ്ലാസോടും സിദ്ഖോടും കൂടി ആവണമെങ്കിൽ ഇൽമിന്റെ കാര്യത്തിൽ എന്താണ്? അത് ജീവിതത്തിൽ അമലായിട്ട് വരണം. അതുപോലെ തന്നെ നാവ് കൊണ്ട് പറയുന്ന, പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കൽബിൽ തട്ടിയിട്ടുള്ളതായിരിക്കണം. ഇന്ന് കാലത്ത് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള വലിയൊരു അപകടമാണത്. പരസ്പരം അള്ളാഹിനു വേണ്ടി സ്നേഹിക്കാൻ അറിയാതെ വരുന്ന ഒരു സാഹചര്യം. അത് നമ്മൾ ഒഴിവാക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു അസർ, ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, യാ അബാ സഈദ്, അബൂ സഈദ്, മിൻ ഐന ഉതിയ അലൽ ഖൽഖ്, എപ്പോഴാണ് സൃഷ്ടികൾക്ക് നാശം സംഭവിക്കുക? അവർക്ക് നാശം സംഭവിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ്?
അപ്പൊ അദ്ദേഹം പറഞ്ഞു മിൻ ഖില്ലത്തിർ റിളാ അനില്ലാഹ്, അള്ളാഹുവിനെ തൊട്ടുള്ള തൃപ്തി അതിൽ കുറവ് വരുമ്പോഴാണെന്ന് പറഞ്ഞു. ഫഖീല ലഹു, അപ്പോൾ ചോദിക്കപ്പെട്ടു ഫമിൻ ഐന ദഖല അലൈഹിം ഖില്ലത്തുർ റിളാ അനില്ലാഹ്, എങ്ങനെയാണ് അവരിൽ അള്ളാഹുവിന്റെ തൃപ്തിയെ തൊട്ട് കുറവ് സംഭവിക്കുന്നത്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നതിൽ കുറവ് സംഭവിക്കുന്നത്? ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു മിൻ ജഹ്ലിഹിം ബില്ലാഹ് വഖില്ലത്തിൽ മഅരിഫതി ബിഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹ്ല് കൊണ്ടും അള്ളാഹുവിനെ അറിയുന്നതിലുള്ള കുറവ് കൊണ്ടുമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുന്നതിൽ നമുക്ക് കുറവ് സംഭവിച്ചാൽ, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമില്ലാതായി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് തൃപ്തി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. അർ-റിളാ ബില്ലാഹ്, അർ-റിളാ അനില്ലാഹ്. അർ-റിളാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന നിലക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടണം. രണ്ടാമത്തേത് അർ-റിളാ അനില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളിൽ വിധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ റിസ്ഖാവട്ടെ, നമ്മുടെ ആഫിയത്ത് ആവട്ടെ, നമ്മളിൽ വിധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ തൃപ്തിപ്പെടുക എന്നുള്ളത്. ഈ രണ്ട് രീതിയിലുണ്ട്. അപ്പൊ ഇവിടെ റിളാ അനില്ലാഹ്, അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ കുറയുമ്പോൾ, അത് നഷ്ടപ്പെടുമ്പോൾ അടിമകളിൽ നാശം സംഭവിക്കുമെന്നാണ്. അള്ളാഹുവിലുള്ള തൃപ്തി പറഞ്ഞാൽ സഹോദരങ്ങളെ ഉന്നതമായ അവസ്ഥയാണ്. പല മുൻഗാമികളും സലഫുകളും ആ തവക്കുൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ മറുപടി പറയാനുള്ളത് അർ-റിളാ എന്നാണ്. അതുപോലെ സുഹദ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അർ-റിളാ അനില്ലാഹ്, അള്ളാഹുവിലുള്ള തൃപ്തിയാണെന്ന് പറയാറുണ്ട്. കാരണം അള്ളാഹുവിൽ തൃപ്തിപ്പെടുന്ന ഒരുത്തൻ അവന് പിന്നെ എന്തില്ല, മറ്റെന്തിലേക്കെങ്കിലും ആവശ്യക്കാരനാവുകയോ മറ്റാർക്കെങ്കിലും ലഭിച്ചതിൽ അസൂയപ്പെടുകയോ തനിക്ക് ഇന്നത് ലഭിക്കുന്നില്ല എന്നതിൽ ദുഃഖിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അവൻ ഏറ്റവും നല്ല അവസ്ഥയിലായിരിക്കും. അപ്പൊ ഇനി അടുത്ത കാര്യം പറയുന്നത്, എന്തുകൊണ്ട് ആളുകൾക്ക് ഇത് നഷ്ടപ്പെടുന്നത്, അള്ളാഹുവിലെ തൃപ്തി നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ജഹലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഇല്ലാതെ പോകുമ്പോഴാണ്. അള്ളാഹുവിനെ അറിയുക, മഅരിഫത്ത് എന്നുള്ളത് എല്ലാ രീതിയിലും നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മെ കൽബിനടിപ്പിക്കും. അള്ളാഹുവിനെ അറിഞ്ഞ ഒരുത്തൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ വിധിക്കുന്ന കാര്യം എന്ത് തന്നെയാണെങ്കിലും അതെനിക്ക് നന്മയാണ് എന്നുള്ള ബോധം ഉണ്ടാവും. അള്ളാഹിനെ അറിയാത്ത ആൾക്കാർക്ക് അതുണ്ടാവില്ല. ദീനുകൊണ്ടുണ്ടാവുന്ന വലിയൊരു നേട്ടാണത്. അള്ളാഹുവിനെ മനസ്സിലായാൽ ഉണ്ടാവുന്ന വലിയൊരു നേട്ടാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, രണ്ടാളുകൾ എടുക്കുക. ഒരാള് അള്ളാഹുവിനെ മനസ്സിലായിട്ടുള്ള, അള്ളാഹുവിന്റെ അദില്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ദുൽമ് ചെയ്യില്ല, അള്ളാഹു അങ്ങേയറ്റം എന്നെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് ബോധ്യമുള്ള ഒരു മുഅ്മിൻ. അവന് മാരകമായ രോഗങ്ങൾ വരികയാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യം വരികയാണ്. അവന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ എന്താ ബോധ്യം ഉണ്ടാവുക? അവന്റെ മനസ്സിൽ പറയും, അള്ളാഹു എനിക്ക് എന്റെ തിന്മകൾ പുറത്തു തരാനുള്ള, അല്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രതിഫലം തരാനുള്ള ഒരു കാര്യമാണിത് എന്ന ബോധം ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ അറിയാത്തൊരുത്തൻ, അള്ളാഹുവിനെ കുറിച്ച് അറിവില്ല, അള്ളാഹുവിനെ മനസ്സിലായിട്ടില്ല, അവൻ ഇതുപോലെ പരീക്ഷണങ്ങൾ വന്നാൽ അവൻ എന്താ പറയാ? എന്തൊരു നാശാണത്, എനിക്കെന്താ എപ്പോഴും രോഗം, എനിക്കെന്താ എപ്പോഴും ദാരിദ്ര്യം, എനിക്കെന്താ ഇങ്ങനെ വരുന്നത്? അതാണ് അവന്റെ അവസ്ഥ ഉണ്ടാവുക. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് അറിയും തോറും അവന് കൂടുതൽ തൃപ്തി നേടാൻ സാധിക്കും. സലഫുകളുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു വെക്കും. അബൂ ഖിലാബ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ചരിത്രം എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ രണ്ട് കൈയും രണ്ട് കാലും നഷ്ടപ്പെട്ട്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട്, ചെറുതായിട്ട് കാത് കേൾക്കും, ചെറുതായിട്ട് നാവ് സംസാരിക്കാൻ സാധിക്കും, ആ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോഴും അദ്ദേഹം പറയുന്നത്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിക്ർ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ അവസ്ഥയിലും എന്ത് നിഅമത്താണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ആകാശത്ത് നിന്നൊരു തീഗോളം വന്ന് എന്നെ കരിച്ചു കളഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പർവ്വതം എന്റെ മേലെ വന്ന് വീണാലും, അല്ലെങ്കിൽ ഞാൻ കടലിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാലും എനിക്ക് ഈ നാവ് ചലിപ്പിക്കാൻ കഴിയുന്നിടത്തോളം ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവിന് ഞാൻ നന്ദി കാണിച്ചുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അറിയപ്പെട്ട ശിഷ്യനാണ് അദ്ദേഹം, അബൂ ഖിലാബ റഹിമഹുല്ലാ. അദ്ദേഹം പല ഹദീസുകളും അതുപോലെ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള റാവിമാരിൽ വന്നിട്ടുള്ള ആളാണ്. ഇതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടാകുമ്പോൾ ഒരാളുടെ അവസ്ഥ. ഏത് കാര്യവും തൃപ്തിപ്പെടാൻ സാധിക്കും. അങ്ങനെ തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ നന്മ എന്താണുള്ളത്? അപ്പോ സമൂഹത്തിന്റെ, സൃഷ്ടികളുടെ നാശത്തിന് കാരണമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയിലുള്ള കുറവാണ്. അള്ളാഹുവിനെ കുറിച്ച് തൃപ്തിപ്പെടാതിരിക്കാനുള്ള കാരണം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ കുറവാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നാം പഠിക്കണം. മറ്റൊരു അസർ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹുജ്റാനുൽ അഹ്മഖി
ഖുർബത്തുൻ ഇലല്ലാഹ്. വിഡ്ഢിയായിട്ടുള്ള ഒരാളെ അകറ്റി നിർത്തുക, അയാളിൽ നിന്ന് അകലുക എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ്. ബുദ്ധിയുള്ള ഒരാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്നത് ദീന് നിലനിർത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മുഅ്മിനെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ചെയ്യുന്ന ഖിദ്മത്താണ്. ഒരു ഫാസിഖിനെ അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു, അവനെ അകറ്റാൻ സാധിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള സഹായവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം വിഡ്ഢിയായിട്ടുള്ള ആളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. കാരണം അഹ്മഖായിട്ടുള്ള, ബുദ്ധിയില്ലാത്ത, വിവരക്കേടിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ അവരെപ്പോഴും നമ്മളെ കുഴപ്പത്തിൽ കൊണ്ട് ചാടിക്കും. അവരെപ്പോഴും നമ്മളെ കുഴപ്പത്തിൽ പോയി ചാടിക്കും. നമ്മൾ എടുക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും അവർ ബുദ്ധിയുള്ളവരാണോ എന്ന് നമ്മൾ ആലോചിക്കണം. എപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും വിവരക്കേടുകൾ മാത്രം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ അവരോടൊപ്പമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അവരെ അകറ്റി നിർത്തുക എന്നുള്ളത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാകും. രണ്ടാമത്തേത് ബുദ്ധിയുള്ള, അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുന്ന അങ്ങനെയുള്ള ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമുക്കും നമ്മുടെ ദീനിനെ നിലനിർത്താൻ സഹായകമാകുന്ന കാര്യമാണ്. മൂന്നാമത് പറഞ്ഞു വഇക്റാമുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിനെ ആദരിക്കുക എന്നുള്ളത്. മുഅ്മിന്റെ ഹുർമത്ത് എന്ന് പറഞ്ഞാൽ കഅബയേക്കാൾ വലുതാണ്. ഒരു മുഅ്മിനെ ആദരിക്കുക എന്നുള്ളത് മഹത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ചെയ്യുന്ന ഖിദ്മത്താണ്. വമുസാറമത്തുൽ ഫാസിഖ്, ഒരു ഫാസിഖിനെ നമുക്ക് അകറ്റാൻ കഴിയുന്നു, അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു. ഒരു ഫാസിഖിനെ നമുക്ക് ഉപദ്രവം വരുത്തുന്നില്ല, അവന്റെ മേലെ നമുക്ക് അവനെ ഒഴിവാക്കാനും അകറ്റി നിർത്താനുമുള്ള ഒരു കഴിവ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആഊനും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു സഹായമാണത് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു അസർ അദ്ദേഹം പറയുമായിരുന്നു, ലാ തകുൻ ഷാതുർ റാഇ അഖല മിൻക്, ഒരു ആട്ടിടയൻ കൊണ്ട് നടക്കുന്ന ഒരു ആട് നിന്നേക്കാൾ ബുദ്ധിയുള്ളവനായിട്ട് മാറാതെ നീ നോക്കുക. തസ്ജുറുഹ അസ്വൈഹ, ഒരു ശബ്ദമുണ്ടാക്കിയാൽ ആ ആടുകൾ അവിടെ നിൽക്കും. വതത്റുദുഹ അൽ ഇഷാറ, ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. അതായത് ഈ ജന്തുജീവജാലങ്ങളിൽ പലതും മനുഷ്യനെ അനുസരിക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യനെ അനുസരിക്കുന്ന രീതി അത് അത്ഭുതമാണ്. ഒരു വേട്ടയാടാൻ പഠിപ്പിച്ച ഒരു നായനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി. വേട്ടയാടാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു നായ, വേട്ടയാടാൻ പഠിപ്പിക്കപ്പെട്ടുള്ള നായ കടിച്ചു കൊണ്ടുവരുന്ന ഒരു ഇരയെ നമുക്ക് ഭക്ഷിക്കാം, അത് ഹലാലാണ്. സാധാ ഇതല്ല വേട്ടയാടാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇൽമിന്റെ ഒരു ഫളലാണ്, പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ. ആ വേട്ടയാടാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നായയുടെ അവസ്ഥ പിന്നെ എങ്ങനെയാണ്? അതിനിഷ്ടാണ് ആ ഇരയെ തിന്നാൻ, അതിന് ഇഷ്ടമാണ് ഇരയെ തിന്നാൻ, അതിന് ആഗ്രഹമുണ്ട് ഇരയെ തിന്നാൻ. പക്ഷെ യജമാനനായ നമ്മെ ഭയപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? അത് പഠിച്ച പണി എടുക്കുന്നത്. അതിനെ പഠിപ്പിച്ച പണി എന്താണ്? ഇരയെ പിടിച്ചുകൊണ്ടുപോയി യജമാന് കൊണ്ടുകൊടുക്കുക. അതിന്റെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും അത് പിടിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ്? യജമാനനെ ഭയപ്പെട്ടിട്ടാണ്. അതുപോലത്തെയാണ് ഈ ആടുകൾ. യജമാനൻ ആട്ടിടയൻ പറയുന്നത് പോലെ അത് പോവും വരികയൊക്കെ ചെയ്യും. ആ ആടുകൾ നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാകരുത്. അഥവാ നിനക്ക് ഇൽമ് നൽകിയിട്ടുള്ള, നിനക്ക് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകിയിട്ടുള്ള നിന്റെ യഥാർത്ഥ യജമാനനായ അള്ളാഹുവിനേക്കാൾ നിന്റെ ഇച്ഛകൾക്ക് വില കൊടുത്തിട്ട് ആ യജമാനെ ഭയപ്പെടാതെ ജീവിക്കുക എന്നുള്ളത് ഒരു ജന്തുവിനേക്കാൾ, ഒരു നാൽക്കാലിയേക്കാൾ വിവരം കെട്ടൊരു കാര്യമാണ്. നാൽക്കാലിയുടെ വിവരം പോലും ഇല്ല എന്നുള്ളതാണ് സ്വന്തം യജമാനനായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥ. അപ്പൊ നമ്മൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഒരു ആട്ടിടേന്റെ കീഴിലുള്ള ആട് നിന്നേക്കാൾ വിവരമുള്ള ഒരുത്തനായിട്ട് മാറാതെ നീ നോക്കുക, നിന്റെ യഥാർത്ഥ യജമാനനായ അള്ളാഹുവിനെ നീ അനുസരിക്കുകയും ചെയ്യുക. അദ്ദേഹം പറഞ്ഞു, സമീഅതു ബക്കർ ഇബ്നു അബ്ദുല്ലാഹ് അൽ മുസനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അതേ കാലത്ത് ജീവിച്ചിരുന്ന, മുമ്പ് അദ്ദേഹത്തിനെ കുറിച്ച് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട്, ബക്കർ ബിൻ അബ്ദുല്ലാഹ് അൽ മുസനി, അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു എന്ന് ഹസൻ ബസരി റഹിമഹുല്ല പറയുകയാണ്. ഇജ്തഹിദു ഫിൽ അമൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക. നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഫഇൻ ഖസ്സറ ബികും ബഅഫുൻ, ഇനി എന്തെങ്കിലും ദുർബലതകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നൊരവസ്ഥയാണെങ്കിൽ ഫകുഫു അനിൽ മആസി,
തിന്മകൾ ഒഴിവാക്കുന്നവരെങ്കിലും നിൽക്കുക, തിന്മകളിലേക്ക് പോകാതെ അത് പിടിച്ചു നിർത്തുകയെങ്കിലും ചെയ്യുക. അതായത് നമുക്ക് ദീനിലെ അറിയപ്പെട്ട കായികയാണ്, ഒരു നന്മ കൊണ്ടുവരുന്നതിനേക്കാൾ വലുതാണ് തിന്മ തടയുക എന്നത്. നന്മ ഉണ്ടാകുന്നതിനേക്കാൾ ദീനിൽ പ്രാധാന്യം കൊടുക്കുക എന്തിനാണ്? തിന്മ തടയുന്നതിനാണ്. ഒരു മസ്ലഹത്ത് ഉണ്ടാകുന്നതിനേക്കാൾ തിന്മ തടയാനാണ് വരിക. ഇപ്പൊ ഒരു മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് വന്നാൽ അത് ഒഴിവാക്കണം എന്നാ പറയാ. കാരണം മഫ്സദത്ത് എങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അത് ഒഴിവാക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് രാത്രി നിസ്കാരത്തിനാവട്ടെ, സുന്നത്തായ നിസ്കാരങ്ങൾക്കാവട്ടെ, നോമ്പിനാവട്ടെ, ദാനധർമ്മങ്ങൾക്കാവട്ടെ, എന്തെല്ലാം സൽക്കർമ്മങ്ങളാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുക അതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അതിനൊന്നും സാധിക്കുന്നില്ല, വലിയ സൽക്കർമ്മങ്ങളോ സുന്നത്തോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചില ദുർബലതകളുണ്ട്, ചില ക്ഷീണങ്ങളുണ്ട്, അതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഫകുഫു അനിൽ മആസി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താണ്? തിന്മകളിൽ പോയി ചാടാതെ അതിനെ പിടിച്ചിരുത്തെങ്കിലും വേണം. കാരണം തിന്മ സംഭവിച്ചാൽ കാര്യം നേരെ തിരിഞ്ഞു. സൽക്കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അടിസ്ഥാനത്തിന്മ കെട്ടിപ്പടുക്കുകയാണ്. തിന്മ ചെയ്യുമ്പോൾ അവന്റെ അടിസ്ഥാനം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് അവൻ വീഴുക. അപ്പൊ നമ്മുടെ ദീനില്, നമ്മുടെ ഈമാനില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. ആ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമ്പോ ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ നമുക്ക് നല്ല ഇബാദത്തുകൾ ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാവും, ഒരു തൗഫീഖ് ഉണ്ടാവും, ചില സമയത്ത് തീരെ ഉണ്ടാവില്ല. അപ്പൊ ഈ തീരെ ഇല്ലാത്ത സന്ദർഭത്തിൽ തിന്മയിലേക്ക് വീണ് പോകാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യാം? പിടിച്ചിരുത്താം. കൂടുതൽ എത്രയായിക്കോട്ടെ, പക്ഷെ തിന്മയിലേക്ക് വീണു പോകാതെ നമ്മുടെ ഈമാനിനെ, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ അവസ്ഥയെ പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു അസർ റുവിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാണ്, സഹീഹായിട്ടുള്ള ഹദീസാണ്. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യുഅതന്നാസു ഫിദ്ദുനിയ ഖൈറൻ മിനൽ യഖീനി വൽ ആഫിയ ഫസ്അലൂഹും അല്ലാഹ അസ്സ വജൽ. ജനങ്ങൾക്ക് ദുനിയാവിൽ യഖീനിനേക്കാളും ആഫിയത്തിനേക്കാളും ഉത്തമമായ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല. യഖീൻ എന്ന് പറഞ്ഞാൽ ഈമാനിൽ ദൃഢത, ഒരു സംശയമില്ലാതെ ദൃഢമായ ഈമാൻ. ആഫിയത്ത് എന്നുള്ളത് ഒരു വിശാലമായ അർത്ഥമുള്ള വാക്കാണ്. പ്രത്യേകമായി പറയുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം. ഈ ഹദീസ് പറഞ്ഞിട്ട് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഇദാ സത്യം പറഞ്ഞിരിക്കുന്നു, ബിൽ യഖീൻ പുലിബത്തിൽ ജന്ന. യഖീൻ കൊണ്ട് ഒരാൾക്ക് സ്വർഗം നേടാൻ സാധിക്കും. വബിൽ യഖീൻ ഹുരിബ മിനന്നാർ, ഒരു സ്വർഗം നേടാൻ പ്രേരണ നൽകുന്നത് യഖീന. അതുപോലെ യഖീനെ കൊണ്ട് നരകത്തിൽ നിന്ന് ഭയപ്പെടാൻ, നരകത്തിൽ നിന്ന് അകലാൻ വേണ്ടി അവന് ശ്രമിക്കാൻ സാധിക്കും. വബിൽ യഖീൻ സുബിറ അലൽ മക്റൂഹ്, യഖീൻ കൊണ്ടാണ് അവന് വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ അവൻ ക്ഷമ പാലിക്കുന്നത്. വബിൽ യഖീൻ ഉദ്ദിയത്തിൽ ഫറായിദ്, യഖീൻ കൊണ്ടാണ് ഒരുത്തൻ ഫർളുകൾ ചെയ്യുന്നത്. വഫിൽ മുആഫാത്ത്, ആഫിയത്ത് കൊണ്ടോ ഖൈറുൻ കസീറുൻ, ധാരാളം നന്മകളുണ്ട്, ധാരാളം നന്മകളുണ്ട്. കാരണം യഖീൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ഈമാൻ, നമ്മളൊരു തിന്മ ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫർളായിട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരു പരീക്ഷണം വന്നു അതിൽ അക്ഷമരാകാന്ന് വിചാരിക്കുക. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? അള്ളാഹുലും പരലോകത്തിലും യഖീൻ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുലും പരലോകത്തിലും യഖീനുള്ള ഒരാൾ, സ്വർഗത്തിൽ യഖീനുള്ള ഒരാൾ, നരകത്തിൽ യഖീനുള്ള ഒരാൾ, അവൻ എങ്ങനെയാ ജീവിക്കുക? സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കും, ഫർളും നഫ്ലുകളും ജീവിതത്തിൽ പകർത്തും. അതുപോലെ തന്നെ അള്ളാഹുവിൽ യഖീനുള്ള ഒരാൾ, ദൃഢമായി ബോധമുള്ള ഒരാൾ, അവൻ എന്ത് പരീക്ഷണം ഉണ്ടായാലും, വെറുക്കുന്ന എന്ത് കാര്യമുണ്ടായാലും അവനതിൽ ക്ഷമയവലംബിക്കാൻ സാധിക്കും. അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസം കൊണ്ടുണ്ടാവുന്ന കാര്യമാണ്. യഖീൻ ഉണ്ടെങ്കിൽ അത്രയും നേട്ടങ്ങളാണ്. ആഫിയത്തിന്റെ കാര്യം അധികം പറയാതെ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഖൈറുൻ കസീറുൻ, ധാരാളം നന്മകളാണ്. ആഫിയത്ത് ഇല്ല എങ്കിൽ എന്താ അവസ്ഥ? നമുക്ക് അള്ളാഹുവിനെ നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആരോഗ്യത്തിന്റെ വില നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? ആഫിയത്ത് എന്ന് പറയുന്നത് കിരീടമാണ്. അത് ആർക്കേ കാണാൻ പറ്റുള്ളൂ? രോഗികൾക്കേ കാണാൻ പറ്റുള്ളൂ. ആരോഗ്യമുള്ള ആളുകളുടെ തലയിൽ, ആരോഗ്യമുള്ള ആളുകളുടെ തലയിലുള്ള ഒരു കിരീടമാണ് യഥാർത്ഥത്തിൽ ആഫിയത്ത് സിഹത്ത് എന്ന് പറഞ്ഞത്. അത് കാണാൻ പറ്റിയ രോഗികൾക്കാണ്. കാരണം അത് അത്രയും വില പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ദുആകളിൽ ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിനോട് യഖീനെ ചോദിക്കണം, അള്ളാഹുവിനോട് ആഫിയത്തിനെയും ചോദിക്കണം. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു അസർ, അൽ മുഅ്മിനു ലാ യൽഹു ഹത്താ യഗ്ഫൽ, ഒരു മുഅ്മിൻ അനാവശ്യ കാര്യങ്ങൾ മുഴുകയില്ല അവൻ അശ്രദ്ധയിലാകാതെ. ഫൈദാ തഫക്കറ, അവന് ഓർമ്മ വന്നാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത തിരിച്ചു കിട്ടിയാൽ, ഹസിന, അവൻ ദുഃഖിക്കും.
ഒരു മുഅ്മിന് എപ്പോഴും ഉണ്ടാകുന്ന രണ്ടവസ്ഥകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന അവസ്ഥകളാണ്. ഒന്ന് യഖ്ളത്ത്, എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിലും അതുപോലെ തന്നെ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ലക്ഷ്യത്തിലുമുള്ള ഇറാദത്ത്, ഉദ്ദേശങ്ങളോടുകൂടി ജീവിക്കുന്ന അവസ്ഥ. ചില സമയത്ത് അവൻ ഗഫലത്തിലാവും. അത് എന്തിനാ ജീവിക്കുന്നത് എന്നുള്ളത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ വീഴ്ച വരുന്ന അവസ്ഥയിൽ അവൻ അശ്രദ്ധനായി മാറും. അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ അനാവശ്യ കാര്യങ്ങൾ മുഴുകി എപ്പോഴാണ്? ഗഫലത്തിലാവുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു ആവശ്യമില്ലാതെ അനാവശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക, അനാവശ്യമായി ചിരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ മുഴുകുക. യഥാർത്ഥത്തിൽ നമ്മൾ ഗഫലത്തിലായതുകൊണ്ടാണ്. അവനാ ബോധം തിരിച്ചു കിട്ടിയാലോ, എന്റെ ഞാൻ എന്തിനായി ജീവിക്കുന്നത്, എന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്റെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് ബോധം കിട്ടിയാലോ ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അവൻ ദുഃഖിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, മല്ലം തൻഹഹു സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആരുടെ നിസ്കാരമാണോ മ്ലേച്ഛമായതും തിന്മകളിൽ നിന്നും ഒരുവനെ തടയാത്തത്, ലം തസിദ്ഹു സ്വലാത്തുഹു മിനല്ലാഹ് ഇല്ലാ ബുഅദൻ, അവന്റെ നിസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അകൽച്ചയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വലം തസിദ്ഹു ഇൻദഹു ഇല്ലാ മഖ്തൻ, അള്ളാഹുവിന്റെ അടുക്കൽ കോപമല്ലാതെ അത് ഉണ്ടാക്കിയിട്ടില്ല. അതായത് ഒരു നിസ്കാരം അതിന്റെ പൂർണ്ണതയിലാണെങ്കിൽ, അതിന്റെ പൂർണ്ണത ബാഹ്യവും ആന്തരികവുമായിട്ട്, ബാഹ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ റുക്കുനുകൾ, അതിന്റെ ഷർത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ ഇതെല്ലാം പൂർത്തീകരിച്ചത്. ആന്തരികമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുശൂഅോടുകൂടിയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു നിസ്കാരമാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അള്ളാഹു പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ മ്ലേച്ഛ കാര്യങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് അവനെ തടയും, അവനെ അതിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പൊ രാത്രി നിസ്കാരത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, പാപങ്ങളിൽ നിന്ന് അവനെ തടയുന്ന കാര്യമാണ്. പാപങ്ങളിൽ നിന്ന് അവനെ തടയുന്ന കാര്യമാണ്. 5 വക്ത് നിസ്കാരം എങ്ങനെയാണ്? തിന്മകളിൽ നിന്ന് അവനെ തടയുന്ന കാര്യമാണ്. അവന് എന്തെങ്കിലും പറ്റിപ്പോയാൽ പൊറുക്കുന്ന കാര്യമാണ്. അവൻ നിസ്കരിക്കുന്നതിനോടൊപ്പം ആ തിന്മകളെല്ലാം ഉള്ളിലൊരു കുത്തുമില്ലാതെ, ഒരു തൗബയുടെയോ ഇസ്തിഗ്ഫാറിന്റെയോ ഉള്ളിലൊരു ഇഅ്തിറാഫില്ലാതെ, ആ തിന്മകൾ അംഗീകരിച്ചൊരു ഖേദമില്ലാതെ, ഒരു നെതുബില്ലാതെ, ഒരു വിഷമില്ലാതെ ആ തിന്മകളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നിസ്കരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? യഥാർത്ഥത്തിൽ ആ നിസ്കാരം അതിൽ എന്തില്ല, അവൻ ബാഹ്യമായതോ ആന്തരികവുമായിട്ടുള്ള കാര്യങ്ങൾ അവൻ വീട്ടുന്നില്ല. ഒരു കോഴി കൊത്തുന്നത് പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് മാത്രം. അത് അള്ളാഹുവിൽ നിന്ന് അവൻ അകൽച്ചയാണ് വരുത്തുന്നത്. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ നിസ്കാരം ഏറ്റവും ഖുശൂഅോട് കൂടിയുള്ള ശ്രദ്ധ പൂർണ്ണമായ രൂപത്തിൽ നിസ്കരിക്കണം. 2, അതോടൊപ്പം തിന്മകളിൽ നിന്ന് അകലാനുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും വേണം. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അടുത്തതായി അദ്ദേഹം പറയാറുണ്ട്, അൽ മുറാഇ ലിഅമലിഹി കൽ മുദാഫിഇ ഫിൽ ഹർബി അൻ നഫ്സിഹി ബൽ മുറാഅത്തുൽ അമൽ അഫ്ളു വഅക്സറു അജ്റാ. അൽ മുറാഇ ലിഅമലിഹി, ഒരുത്തൻ അവന്റെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ എപ്പോഴും പരിശോധിച്ചുകൊണ്ട്, അതായത് അതിനെ കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുന്ന ഒരുത്തൻ ഏതുപോലെയാണ്? കൽ മുദാഫിഇ ഫിൽ ഹർബി അൻ നഫ്സിഹി, ഒരു യുദ്ധത്തിൽ നിൽക്കുന്ന ഒരാൾ സ്വന്തം നഫ്സിനെ സംരക്ഷിക്കുന്നവനെ പോലെയാണ്. ബൽ മുറാഅത്തുൽ അമൽ, എന്നാൽ സൽക്കർമ്മങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അഫ്ളു വഅക്സറു അജ്റാ, അത് ശ്രേഷ്ഠമായതും കൂടുതൽ പ്രതിഫലമുള്ളതാണ്. അതായത് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുക എന്നുള്ളതും അതേസമയം ചെയ്യുന്ന കർമ്മങ്ങൾ അത് യഥാർത്ഥത്തിൽ അതിനാവശ്യമായ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ്, അതിന് റിയാവ് ബാധിക്കുന്നില്ല, എന്റെ നിയ്യത്ത് ശരിയാണ്, ഇഖ്ലാസോട് കൂടിയാണ്, സിദ്ഖോട് കൂടിയാണ്, ആ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഞാൻ അകന്നു നിൽക്കുന്നുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് കേവലം ഇതൊന്നുമില്ലാതെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കാറ്. കാരണം ഒരു കർമ്മം നമ്മൾ ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിച്ചു എന്നർത്ഥമുണ്ടോ? ഇല്ല. നമ്മളൊരു കർമ്മം ചെയ്തു, അതിന്റെ അർത്ഥം അള്ളാഹു അത് സ്വീകരിച്ചു എന്നാണോ? ഒരിക്കലല്ല. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി എന്ത് പ്രാർത്ഥിക്കേണ്ടിയിരുന്നില്ല? റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് അള്ളാഹുവിന് വേണ്ടി അവർ നിർമ്മിച്ച ഭവനം, എന്നിട്ടാണ് പറയുന്നത് അള്ളാഹ് ഞങ്ങളിന്ന് സ്വീകരിക്കണേ എന്നുള്ളത്. അപ്പോ അമല് പൊളിഞ്ഞു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കർമ്മം ചെയ്തതിന് ശേഷം പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് റിയാഉം സുമഅത്തല്ല. നമ്മൾ സ്വതക്ക കൊടുത്തു എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞെടുക്കുക, ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞെടുക്കുക, അമല് പൊളിഞ്ഞു പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പൊ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിലാവശ്യമായിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടില്ല, കർമ്മം പൊളിഞ്ഞു പോകും. സൽക്കർമ്മം ചെയ്യുന്നതിനോടൊപ്പം
അതിനെ കാത്തു സൂക്ഷിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു അസർ അദ്ദേഹം പറഞ്ഞു, ഇബ്ന ആദം, എ മനുഷ്യ, തസ്തഹില്ലുൽ മഹാരിം, നീ അതാ ഹറാമുകളെ യഥേഷ്ടം ചെയ്യുന്നു, അത് ഹലാല് പോലെ ചെയ്യുന്നു. വതഅതി അൽ ജറായിം, അക്രമങ്ങൾ കൊണ്ടുവരുന്നു. വതർകബുൽ അവായിം, നീ പെരുമ നടിച്ച് അഹങ്കാരം കൊണ്ട് നടക്കുന്നു. വതതമന്ന അലല്ലാഹിൽ അമാനി, എന്നിട്ട് ഈ തിന്മകളൊക്കെ ചെയ്തിട്ടും അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അതിലാണ് നീ ജീവിക്കുന്നത്. അള്ളാഹുവിൽ ഒരു പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. സതഅലമു, നീ അറിയുന്നതാണ്, ഐ ഫാജിർ, അതായത് ഇതുപോലെ തെമ്മാടിയായി ജീവിക്കുന്നവനെ, ഹീന ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്തൊരു ദിവസമുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഒരു വക്രതയില്ലാത്ത കൽബ് കൊണ്ട് വന്നവനല്ലാതെ ഒരു ഉപകാരവും ഇല്ലാത്തൊരു ദിവസം വരാനുണ്ട്. അതായത് ചില ആളുകൾ അവർ ദീനിന്റെ ആളുകളാണെന്ന് അവർ സ്വയം വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഭക്ഷണം അത് പലിശയിൽ നിന്നായിരിക്കും. അവര് ഹറാമുകളെ, അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അത് സംഗീതമാവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളാവട്ടെ, അത് യഥേഷ്ടം ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ മേലെ പെരുമ കാണിക്കുന്ന, അഹങ്കാരം കാണിക്കുന്ന, ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, അല്ലെങ്കിൽ കളവ് പറയുന്ന, അങ്ങനെ ധാരാളം തിന്മകൾ മുഴുകുന്ന ആളുകളായിരിക്കും. പക്ഷെ അവർ സ്വയം പറയുന്നത് ഞങ്ങൾ ദീനിന്റെ ആളുകളാണ്. ചില ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവരോട് നിങ്ങൾ ദീനനുസരിച്ച് ജീവിക്കണം പറഞ്ഞാൽ ഞങ്ങൾ ദീനനുസരിച്ച് തന്നെ ജീവിക്കുന്നത്, ആ നിലക്ക് സംസാരിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. അവരോട് നമുക്ക് പറയാനുള്ള മറുപടിയാണ് ഹസുൽ ബസീർ റഹിമഹുല്ലാഹ് പറയുന്നത്, ഒരു ദിവസം വരാനുണ്ട്, അന്ന് ഈ സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കൂല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, വക്രതയില്ലാത്ത ഒരു കൽബ് കൊണ്ടുവന്നവനല്ലാതെ. അങ്ങനത്തെ ഒരു കൽബുണ്ട് എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് വളരെയധികം നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനം നൽകുന്ന ഒരു കാര്യമാണ്. പല മുൻഗാമികളും അള്ളാഹുലേക്ക് അടുത്തത് അവരെ കേവലം ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടല്ല. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി സലഫുകൾ പറയാറുള്ളത്, മറ്റുള്ള സ്വഹാബികളെക്കാൾ അബൂബക്കർ റളിയല്ലാഹു മുന്നിട്ടത് ധാരാളം നോമ്പ് കൊണ്ടോ നിസ്കാരം കൊണ്ടോ അല്ല, പക്ഷേ കൽബിൽ ഉറച്ചിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരുന്നു. കാരണം ബിലാൽ റളിയല്ലാഹു സഹിച്ച പോലെ ത്യാഗം ആര് സഹിച്ചിട്ടില്ല? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ അബൂദർ റളിയല്ലാഹുവിന്റെ പോലെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, സമ്പന്നനായിട്ടുള്ള ആളായിരുന്നു. ഉമർ ബിൻ ഖത്താബിനെ പോലെ ഷഹീദായി മരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, സാധാരണ മരണമാണ് മരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ മക്തൂം റളിയല്ലാഹുവിനെ പോലെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയോ അതുപോലെ കൂടുതൽ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ സ്വഹാബി മറ്റുള്ള എല്ലാ സ്വഹാബികളെക്കാൾ ആരാണ്? ശ്രേഷ്ഠനാണ്. അത് കൽബിലുണ്ടായിരുന്ന ഈമാനോടുള്ള സിദ്ഖായിരുന്നു എന്ന് സലഫുകൾ പ്രത്യേകം പറഞ്ഞത് കാണാം. അപ്പോ സലീമായ ഒരു കൽബ് അത് വളരെ പ്രധാനമാണ്. ഏത് അമൽ ചെയ്യുമ്പോഴും നമ്മുടെ നിയ്യത്തും നമ്മുടെ സിദ്ഖും നമ്മുടെ ഇഖ്ലാസും എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ അദ്ദേഹം പറയാറുള്ള മറ്റൊരു കാര്യമാണ് തർക്കുൽ ഖതീഅ അഹ്വനു മിൻ മുആലജതി തൗബ, പാപങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തൗബ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. പാപം ഒഴിവാക്കുക എന്നുള്ളത് തൗബ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മള് തിന്മ ചെയ്തിട്ട് തൗബ ചെയ്യുമ്പോൾ എന്തെല്ലാം വിഷമം നമുക്ക് ഉണ്ടാവുക. തിന്മ ചെയ്തതിന്റെ വിഷമം, അതിനെക്കുറിച്ചുള്ള കുറ്റബോധം, അള്ളാഹുവിനോട് എടുത്തു പറയുമ്പോഴുള്ള നിന്ദ്യത, ആളുകളുടെ മുമ്പിൽ നമുക്ക് തോന്നുന്ന ഒറ്റപ്പെടൽ, ഇതെല്ലാം നമ്മൾ സഹിക്കണം. അതിനേക്കാൾ എളുപ്പം എന്താണ്? ആ തിന്മ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ തിന്മ ഒഴിവാക്കി കഴിഞ്ഞാലോ ഒരു തിന്മക്കുള്ള എല്ലാ സാഹചര്യവും ഒരുമിച്ച് വന്നു. എന്നിട്ട് ആ തിന്മ ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുങ്ങിയിട്ട് ഞാനിത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കാന്ന് വെച്ചിട്ട് ഒരുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ കൽബിൽ അള്ളാഹു എന്തിട്ട് കൊടുക്കും? ഈമാനിന്റെ ഹലാവത്ത് ഇട്ട് കൊടുക്കും. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയതാണ്, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു ഒരു പകരം നൽകും. അപ്പൊ തൗബ ചെയ്യുന്നതിനേക്കാൾ ഒരാൾക്ക് എളുപ്പമായിട്ടുള്ള കാര്യം അവൻ തിന്മയെ ഒഴിവാക്കലാണ്. എന്നിട്ട് പറയാണ് ഫസമിഅ ദാലിക മുഹമ്മദ് ബിൻ വാസിഅ. അപ്പൊ ഈ ഹസൻ ബസരി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മുഹമ്മദ് ബിൻ വാസിഅ റഹിമഹുല്ലാഹ് അദ്ദേഹം കേട്ടു. അപ്പൊ അദ്ദേഹം പറയാണ് റഹിമല്ലാഹുൽ ഹസൻ, ഹസൻ ബസരിക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, സദഖ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ലൗ വാഫഖ ഖൽബൻ ലിത്താഅതി ഫാരിഗ, ഏതൊരാൾക്കാണ് അതിന് സാധിക്കുകയുള്ളൂ തിന്മ ഒഴിവാക്കാൻ? ഒരുത്തന്റെ കൽബ് അള്ളാഹുവിനുള്ള അനുസരണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവൻ. വാഖലൻ മിൻ ഗലബത്തി ശഹ്വതി സാലിമ, ഒരുത്തന്റെ ബുദ്ധി ശഹ്വത്തുകൾ മറികടക്കാതെ സുരക്ഷിതമായവൻ. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു കൽബും ശഹ്വത്തുകളിൽ നിന്ന് അകന്നിട്ടുള്ള ഒരു ബുദ്ധിയുള്ളവന് മാത്രമേ തിന്മ ഒഴിവാക്കൽ എളുപ്പമാവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. പറഞ്ഞ മറ്റൊരു അസർ, ഇബ്ന ആദം, മനുഷ്യ,
മാലക വലിശ്ശർ വഹാദൽ ഖൈറു സാഫിൻ. എന്താണ് മനുഷ്യ നീ ഷർറിനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നിനക്ക് എന്തിനാണ് ഷർറിന്റെ ആവശ്യം? ഖൈർ എന്നുള്ളത് അത്രയും പരിശുദ്ധമാണല്ലോ. ഇബ്ന ആദം, മനുഷ്യ, ഇത്തഖിൽ കബായിർ, വൻപാപങ്ങളെ നീ സൂക്ഷിക്കുക. فإنك لا تزال بخير ما لم تصب كبيرة تغير عليك قلبك وتهدم صالح عملك. നീ ഖൈറിലായിക്കൊണ്ടേയിരിക്കും വൻപാപങ്ങളിൽ നീ ചാടുന്നോളം. വൻപാപങ്ങൾ നിനക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ഖൽബിന്റെ അവസ്ഥ തന്നെ മാറും. അതുപോലെ നിന്റെ അമലുകൾ അത് തകർത്ത് കളയുകയും ചെയ്യും. ഇത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വൻപാപങ്ങൾ ഒഴിവാക്കുന്നിടത്തോളം കാലം ചെറിയ തിന്മകൾ അള്ളാഹു എന്തു ചെയ്യും? അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമെല്ലാം പുറത്തു കൊടുക്കും. വൻപാപങ്ങൾ സംഭവിച്ചാൽ അവൻ അതിയായ ഖേദത്തോടു കൂടി തൗബ ചെയ്യണം. എന്നാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ. വൻപാപങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെയധികം ബാധിക്കുന്ന കാര്യമാണ്. വൻപാപം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 7 എണ്ണമുണ്ട്. അതല്ലാതെ പണ്ഡിതന്മാർ 400 എണ്ണം വരെ എണ്ണിയിട്ട് കിതാബുകളിൽ എഴുതിയത് കാണാൻ സാധിക്കും. അപ്പോൾ വൻപാപങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നത്. അടുത്തൊരു അസർ, ലില്ലാഹി ദർറു അഹ്ലിൽ ഹഖ്. അള്ളാഹുവാണ് ഹക്കിന്റെ ആളുകളെ സംരക്ഷിക്കുന്നത്, അവർക്ക് ഇസ്സത്ത് നൽകുന്നത്. കാനത് ദിർറതു ഉമർ റളിയല്ലാഹു അൻഹു അഹ്യബ മിൻ സൈഫിൽ ഹജ്ജാജ്. ഉമർ റളിയല്ലാഹുവിന്റെ ചാട്ടവാർ എന്നുള്ളത് ഹജ്ജാജിന്റെ വാളിനേക്കാൾ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഹജ്ജാജ് എന്നുള്ളത് ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന അക്രമിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഹസൻ ബസീർ റഹ്മത്തുള്ളാഹിയുടെ കാലത്തെല്ലാം ഉണ്ടായിരുന്ന ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ വാളിനേക്കാൾ ആളുകൾ ഭയപ്പെട്ടിരുന്ന എന്തായിരുന്നു? ഉമർ റളിയല്ലാഹുവിന്റെ ചാട്ടയായിരുന്നു. കാരണം ഒരാളുടെ ഈമാനിന്റെ അളവും ഒരാളുടെ തഖ്വയുടെയും അളവും അനുസരിച്ചിട്ടാണ് അയാളോടുള്ള ഹൈബത്ത്, അയാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന, മറ്റുള്ളവരുടെ ഖൽബിൽ ഉണ്ടാകുന്ന ബഹുമാനവും ഇസ്സത്തും എല്ലാം അള്ളാഹു ഇട്ടുകൊടുക്കുന്നത്. ഒരാൾക്ക് ഇസ്സത്ത് വേണമെങ്കിൽ അത് ആരിൽ നിന്ന് കിട്ടുള്ളൂ? അള്ളാഹുവിൽ നിന്ന് കിട്ടുള്ളൂ. അവന്റെ അധികാരമോ അവന്റെ പണമോ അവന്റെ പ്രശസ്തിയോ ഒന്നും തന്നെ അവന് മറ്റുള്ള ആളുകൾക്കുള്ളിൽ അവരുടെ ഖൽബിൽ ഹൈബത്ത് ഇട്ടുകൊടുക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു, യാ അബാ സഈദ് മൻ അശദ്ദുൻ നാസി സുറാഖൻ യൗമൽ ഖിയാമ. ഹസൻ ബസരിയോട് ചോദിക്കപ്പെടുകയാണ്, ആരാണ് നാളെ യൗമുൽ ഖിയാമയിൽ ഏറ്റവും അധികം നിലവിളിക്കുന്ന ആളാരായിരിക്കും? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റജുലുൻ സന്ന സുന്നത ളലാല. ഒരാൾ ളലാലത്ത്, ഒരു പുതുതായിട്ട് ളലാലത്ത് ആളുകളെ പഠിപ്പിക്കുകയും ഫതുബി അലൈഹ, അത് ആളുകൾ പിൻപറ്റുകയും ചെയ്യുന്ന ഒരാൾ. വറജുലൻ യുസീഉൽ മലക, തന്റെ കീഴിലുള്ള ആളുകളോട് മോശമായി പെരുമാറുന്ന ഒരാൾ. വറജുലുൻ റുസിഖ നിഅമതൻ, നിഅമത്ത് നൽകപ്പെട്ട ഒരു വ്യക്തി. ഫസ്തആന ബിഹാ അലാ മഅസിയത്തില്ലാ, അത് അവൻ ഉപയോഗിച്ചത് അള്ളാഹുവിന്റെ തിന്മയിലാണ്. ഈ 3 ആളുകളായിരിക്കും നാളെ പരലോകത്ത് ഏറ്റവും അധികം നിലവിളി കൂട്ടുന്ന ആളുകൾ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒന്ന് ലലാലത്ത്, നമ്മളായിട്ടൊരു ലലാലത്തിന് വഴിയൊരുക്കി കഴിഞ്ഞാൽ അത് ചെയ്യുന്നവരുടെ എല്ലാം പാപങ്ങൾ നമ്മൾ പേറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ കീഴിലുള്ള ആളുകളോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. മൂന്നാമത്തെ, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നിഅമത്തുകൾ അത് മഅസിയത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് വലിയ ഖേദമാണ് നമുക്കുണ്ടാവുക. അതുപോലെ അദ്ദേഹം പറയുമായിരുന്നു, അൽ മുഅ്മിനു യൽഖാഹു അസ്സമാനു ബഅദ അസ്സമാൻ ബിഅംരിൻ വാഹിദ്. ഒരു മുഅ്മിനിനെ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ ഏത് കാലത്തിലും ഒരേ അവസ്ഥയിൽ നിനക്ക് കാണാൻ സാധിക്കും, ഒരേ നിലപാടിൽ കാണാൻ സാധിക്കും. വവജ്ഹു വാഹിദിൻ, ഒരൊറ്റ മുഖത്തിൽ. വനസീഹത്തിൻ വാഹിദത്തിൻ, ഒരൊറ്റ നസീഹത്തോടു കൂടി. വഇന്നമാ യതബദ്ദലുൽ മുനാഫിഖ്, എന്നാൽ ഒരു മുനാഫിഖ് എങ്ങനെയായിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. അവന്റെ ആശയങ്ങൾ, നിലപാടുകൾ, അവന്റെ സംസാരങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ലിയസ്തകില കുല്ല ഖൗമിൻ വയസ്ആ ബികുല്ലി റിബ്ഹിൻ, ഓരോ ആളുകളോടും ഓരോ കാര്യത്തിൽ അവന്റെ നേട്ടത്തിനനുസരിച്ച് ഓരോ കോലത്തിലായിരിക്കും മുനാഫിഖ് പെരുമാറുക. അതുപോലെ തന്നെ മറ്റൊരു അസറിൽ, അൽ മുഅ്മിനു സദ്ദഖ ഖൗലഹു ഫിഅലുഹു, ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനം അവന്റെ വാക്കിനെ സത്യപ്പെടുത്തുന്നതായിരിക്കും. വസിർറഹു വഅലാനിയ, അവന്റെ രഹസ്യത്തെ സത്യപ്പെടുത്തുന്നതായിരിക്കും അവന്റെ പരസ്യം. അഥവാ അവൻ പരസ്യത്തിൽ എങ്ങനെയാണോ അതിനേക്കാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതായിരിക്കും രഹസ്യത്തിൽ. വമശ്ഹദഹു വമഗീബഹു, അവനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എല്ലാം. അതായത് ഒരു മുഅ്മിൻ അവന്റെ ഉള്ളും പുറവും ഒരേപോലെ ആയിരിക്കും. വൽ മുനാഫിഖ് കദ്ദബ ഖൗലഹു ഫിഅലഹു വസിർറഹു അലാനിയതഹു വമശ്ഹദഹു മഗീബഹു, മുനാഫിഖിന്റെ അകവും പുറവും എപ്പോഴും വേറെ 2 തരത്തിലായിരിക്കും. അടുത്തൊരു അസർ, അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയഹ്സുദുൽ മുഅ്മിൻ, മുഅ്മിൻ അസൂയ ഉണ്ടാവോ? മുഅ്മിൻ അസൂയപ്പെടുമെന്ന് ചോദിച്ചു. ഫഖാല ലാ അബാലക്, അറബികൾ പറയുന്ന രീതിയാണ് അതിന്റെ ഗൗരവം അറിയിക്കാൻ. മൻ അൻസാക ഇഖ്വത യൂസുഫ് വമാ ഫഅല ബിഹിമുൽ ഹസദ്, യൂസുഫിന്റെ സഹോദരങ്ങളെ നീ മറന്നുപോയോ? എന്താണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അതായത് ഒരു മുഅ്മിൻ അസൂയ വരുമില്ലേ എന്നുള്ളതാണ് വിഷയം. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് മജ്മൂ ഫതാവയിൽ ഹസദിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യർക്കും ഹസദ് ഉണ്ടാവും, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അസൂയ ഉണ്ടാവും. പക്ഷെ മാന്യനായിട്ടുള്ള വ്യക്തി അതിനെ പിടിച്ചു നിർത്തി, അതിനെ മറച്ചു വെച്ച്, അതിനെ പിടിച്ചു വെക്കും. എന്നാൽ അല്ലാത്ത ആളുകൾ അത് യഥേഷ്ടം തുറന്നു വിടുന്ന ആളായിട്ട് മാറും. ഏതൊരാൾക്കും ഹസദ് പോലെയുള്ള ആ ഒരു റിബിത്തത്തെങ്കിലും മറ്റുള്ളവന്റെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന രീതിയിൽ ഏതൊരാൾക്കും തോന്നും. അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു അസർ, ഹുമൈദ് ഖാദിമുൽ ഹസൻ ബസരിയുടെ ഖാദിമായിട്ടുള്ള ഹുമൈദ് ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലഹു യൗമൻ, ഒരിക്കൽ ഞാൻ ഹസൻ ബസരി റഹിമഹുല്ലാഹോട് പറഞ്ഞു, യാ അബാ സഈദ് അസ്ലഹകല്ലാഹ് അമാ തറാ മൻ നാസു ഫീഹി മിനൽ ഇഖ്തിലാത്ത്. അബൂ സഈദ്, നിങ്ങൾ കാണുന്നില്ലേ എന്താണ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ? ആളുകളെല്ലാം കുഴപ്പത്തിലും സംശയത്തിലുമാണ്. ഇത് വളരെയധികം ഫിത്നകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു കാലത്താണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ ഹസൻ ബസരി റഹിമഹുല്ലാഹ് അതിന് മറുപടി പറയാണ്, യാ അബൽ ഖൈർ, അദ്ദേഹത്തിന്റെ കുനിയത്ത് വിളിച്ചു, അസ്ലഹ അംറൻ നാസി അർബഅ, 4 കാര്യങ്ങൾ ജനങ്ങളുടെ അവസ്ഥയെ നന്നാക്കിയിട്ടുണ്ട്. വഅഫ്സദഹും ഇത്നാൻ, 2 കാര്യങ്ങൾ ഫസാദ് ആക്കിയിട്ടുണ്ട്. ഫഅമ്മല്ലദീന അസ്ലഹു അംറൻ നാസ്, ജനങ്ങളുടെ കാര്യം നന്നാക്കിയ 4 കാര്യത്തിൽ ഒന്നാമത്തേത് ഫഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൗമ സഖീഫ, സഖീഫയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അടുത്ത ഖലീഫ ആരായിരിക്കണമെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടി സഖീഫയിൽ ആരൊക്കെ ഒരുമിച്ച് നിന്നു? അൻസാരികൾ മുഹാജിറുകൾ ഒരുമിച്ചുണ്ടായി. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലപാട് അത് ഈ ഉമ്മത്തിന് നല്ലതായിരുന്നു. എന്നിട്ട് എന്താണ് ആ കാര്യം പറയാണ്, ഹീന ഖാലത്തിൽ അൻസാർ, ആ സമയം അൻസാരികൾ പറഞ്ഞു, മിന്ന അമീറുൻ വമിൻകും അമീറുൻ, അൻസാരികളിൽ നിന്ന് ഒരു അമീറും മുഹാജിറുകളിൽ നിന്ന് അമീറും അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു. ഫഖാമ ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാല അലസ്തും തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഇമാമിങ്ങൾ അത് ഖുറൈശിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് എന്ന്. ഖാലു ബല, അവർ പറഞ്ഞു അതെ. ഖാല അവലസ്തും തഅലമൂന അന്നഹു ഖദ്ദമ ഫി സ്വലാത്തി അബൂബക്കർ, നിങ്ങൾക്കറിയില്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരത്തിൽ ഇമാമാക്കി അള്ളാഹിന്റെ റസൂൽ നിർത്തിയത് നിങ്ങൾക്ക് അറിയില്ലേ? അവർ പറഞ്ഞു ബല, അറിയാം. ഖാല ഫഅയ്യുകും യതഖദ്ദമു അലാ അബൂബക്കർ, നിങ്ങളിൽ ആരാണ് അബൂബക്കറിനേക്കാൾ മുൻഗണനവനായിട്ടുള്ളത്? ഖാലു ലാ അഹദ്, ഒരാളുമില്ല എന്ന് പറഞ്ഞു. ഫസല്ലമത്തിൽ അൻസാർ, അൻസാരികൾ അത് അംഗീകരിച്ചു. വലൗലാ ഫിഅലതു ഉമർ, അന്ന് ഉമർ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലതനാസഅ അന്നാസുൽ ഖിലാഫ, ഖിലാഫത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ ഭിന്നിക്കുമായിരുന്നു. വദ്ദഅത്ഹാ കുല്ലു ത്വായിഫത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഓരോ സംഘവും അവരുടെ അമീർ എന്ന് വാദിച്ചുകൊണ്ട് അവർ ഭിന്നിച്ചു പോകുമായിരുന്നു. ഇത് മുസ്ലിം ഉമ്മത്തിന് ചെയ്ത വലിയൊരു നന്മയാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുകയാണ്, സുമ്മല്ലദീ ഫഅലഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതാണ്. ഹീന ശാവറ അന്നാസ ഫീ ശഅനി അഹ്ലി റിദ്ദ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പോ കുറെ ആളുകൾ എന്തായി? മുർത്തദായി പോയി. ഇനി സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് മുർത്തദായി പോകുന്ന അവസ്ഥയുണ്ടായി, അല്ലാതെയും പോയെന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് ആളുകളുമായിട്ട് മുശാവറ നടത്തി. ഫകുല്ലുഹും അശാറ അലൈഹി ബിഅൻ യഖ്ബല മിൻഹും മാ അതാഉ ബിഹി മിനസ് സ്വലാഹ് വയദഅലഹും സക്കാത്ത്, എല്ലാവരും പറഞ്ഞു സക്കാത്ത് അവർ നൽകുന്നില്ലെങ്കിൽ പോട്ടെ, അവർ നിസ്കരിക്കണ്ടല്ലോ, അതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അവരെ സ്വീകരിക്കാന്ന് പറഞ്ഞു. ഫഖാല റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, ലൗ മനഊനി ഇഖാലൻ കാനൂ യുഅതൂനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് അവർ നൽകിയിരുന്ന ഒരു ഒട്ടകത്തിനെ കെട്ടുന്ന കയറാണെങ്കിലും ലജാഹത്തുഹും അലൈഹി, അതിനുവേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യും. വലൗലാ അല്ലദീ ഫഅലഹു അബൂബക്കർ, അബൂബക്കർ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ലഅൽഹദന്നാസു ഫിസ്സകാത്ത് ഇലാ യൗമിൽ ഖിയാമ, സക്കാത്തിന്റെ വിഷയത്തിൽ അന്ത്യനാൾ വരെ ആളുകൾ എന്താവുമായിരുന്നു? ദീനിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. എന്നിട്ട് അത് ഇബ്നു ഹസൻ ബസ്രി മൂന്നാമത്തെ കാര്യം പറയാണ്, സുമ്മല്ലദീ ഫഅലഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യമാണ്. ഹീന ജമഅ അന്നാസ അലാ മുസ്ഹഫിൻ, ജനങ്ങളെല്ലാം ഒരൊറ്റ മുസ്ഹഫിലേക്ക് ക്രോഡീകരിച്ചു. അഥവാ ജമഅൽ ഖുർആന ഫീഹി വകാനൂ യഖറഊന അലാ ഹുറൂഫിൻ, ജനങ്ങൾ അവർക്ക് പഠിപ്പിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ അവർ പാരായണം ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് ഏകോപിപ്പിച്ചു. ഫയഖൂലു ഖൗമുൻ, ആളുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു, ഖിറാഅതുനാ അഫ്ളലു മിൻ ഖിറാഅതികും, അവർ പരസ്പരം ഖുർആന്റെ വ്യത്യസ്ത ഖിറാഅത്തിന്റെ പേരിൽ പരസ്പരം അവർ തർക്കിക്കാറുണ്ടായിരുന്നു. അത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് അതിനൊരു തീർപ്പാക്കിയത്.
അപ്പൊ അങ്ങനെ അവർ പറയാറുണ്ടായിരുന്നു ഹത്താ കാദ ബഅദുഹും യുകഫിറു ബഅദ. അങ്ങനെ പറഞ്ഞ് ചില ആളുകൾ മറ്റുള്ളവർ കാഫിറുകളാണെന്ന് വരെ പറയുന്ന അവസ്ഥയിൽ എത്തിയിരുന്നു. വലൗലാ അല്ലദീ ഫഅലഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു അന്ന് എല്ലാവരും ഏകോപിച്ചില്ലായിരുന്നെങ്കിൽ ലൽഹദൻ നാസു ഫിൽ ഖുർആനി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഖുർആന്റെ വിഷയത്തിൽ ആളുകൾ ദീനിൽ നിന്ന് പുറത്തു പോകുമായിരുന്നു. നാലാമത്തെ വിഷയം സുമ്മല്ലദീ ഫഅലഹു അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യമാണ്. ഹീന ഖാതല അഹ്ലുൽ ബസ്റ, ബസ്റക്കാരുമായിട്ട് യുദ്ധം ചെയ്ത അഥവാ ജമൽ യുദ്ധം, ആ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ഫലമ്മാ ഫറഗൽ ഖിതാൽ, യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ ഖസമ ബൈന അസ്ഹാബിഹി മാ ഹവൽ അസ്ഗർ മിൻ അംവാലിഹിം, അവരുടെ സ്വത്തിൽ നിന്ന് കിട്ടിയ ആയുധങ്ങളും അതുപോലെ സമ്പത്തെല്ലാം വീതിച്ചു കൊടുത്തു. ഫഖാലു, ആ സമയത്ത് ആളുകൾ പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഹൽ ലാ തുഖ്സമു അലൈനാ അബ്നാഉഹു വനിസാഉഹും, അവരുടെ മക്കളെയും അവരുടെ സ്ത്രീകളെയും അടിമകളായിട്ട് ഞങ്ങൾക്ക് വീതിച്ചു തരുന്നില്ലേ? ഇത് മനസ്സിലാക്കണമെങ്കിൽ ജബൽ യുദ്ധത്തിന്റെ ചരിത്രം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ തമ്മിലുണ്ടായ ഒരു ഫിത്നയാണത്. ആയിഷ ബീവിയും മറ്റു പല സഹാബികൾ ഒരു ഭാഗത്തുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തുണ്ട്. ആ യുദ്ധം കഴിഞ്ഞിരിക്കുമ്പോ മുസ്ലിങ്ങളാണ് അപ്പുറത്തുള്ളത്. അപ്പൊ അവരിന് കിട്ടിയ സ്വത്തുകൾ വീതിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ ആളുകൾ ചോദിക്കുന്നത്, അവരിന്ന് തോറ്റു പിടിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നായിട്ടുള്ള ആ മക്കളെയും അവരുടെ സ്ത്രീകളെയെല്ലാം അടിമകളായിട്ട് വീതിച്ചു തരുന്നില്ലേ എന്ന് ചോദിച്ചു. ഫഅൻകറ അലൈഹിം മാ തലബൂഹു മിൻ ദാലിക്, അലി റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല, അതിനെ എതിർത്തു. വഖാല, എന്നിട്ട് ചോദിച്ചു ഫമൻ യഖുദു ഉമ്മൽ മുഅ്മിനീന ഫീ സഹ്മിഹി, ആരാണ് ഉമ്മുൽ മുഅ്മിനീനായിട്ടുള്ള ആയിഷ ബിയെ അവന്റെ അടിമയായിട്ട് എടുക്കുക? ആർക്കെങ്കിലും പറ്റുമോ? പറ്റില്ല. ഇൻകാറൻ ലിമാ ദഹബു ഇലൈഹി വതാലബൂഹു ബിഹി, ആർക്കും അതിന് സാധിക്കില്ല, അവരെല്ലാവരും അത് എതിർത്തു. സുമ്മ ഖാല, എന്നിട്ട് ചോദിച്ചു അറഅയ്തും ഹൗലാ, ഈ അടിമകളായിട്ടുള്ള ആളുകൾ, ഈ സ്ത്രീകൾ, അബ്നാഉഹുന്ന വരിജാലുഹുന്ന, ഈ അവരുടെ ഭർത്താക്കന്മാരും മക്കളും മരണപ്പെട്ടിട്ടുണ്ട്. അതുൽസുമുഹുന്നൽ ഇദ്ദ, അവർ ഇദ്ദ ഇരിക്കുന്നില്ലേ? ഫയരിസ്ന റുബ്അ വസുലുസ വസുദുസ്, 4/1, 3/1, 6/1 അവർക്ക് അനന്തര സ്വത്ത് കിട്ടുന്നില്ലേ? സ്ത്രീകൾക്ക് കിട്ടുന്ന അനന്തരാവകാശ സ്വത്തുക്കളാണ്. ഭാര്യ എന്ന നിലക്കും ഉമ്മ എന്ന നിലക്കെല്ലാം കിട്ടുന്നത്, അതെല്ലാം അവർക്ക് കിട്ടുന്നില്ലേ? ഫഖാലു, അവർ പറഞ്ഞു കിട്ടുന്നുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മുസ്ലിമീങ്ങളായതുകൊണ്ടും സ്വതന്ത്രരായതുകൊണ്ടാണ് അവർക്ക് എന്തുണ്ടാവുന്നത്? ഇദ്ദ ഉണ്ടാകുന്നതും അനന്തര സ്വത്ത് കിട്ടുന്നതും. എന്നിട്ട് പറയാണ് ലൗകുന്ന ഇമാഅൻ, അവർ അടിമ സ്ത്രീകളായിരുന്നുവെങ്കിൽ ലമാ കാന ലഹുന്ന മീറാസ്, അവർക്ക് എന്തുണ്ടാവൂല? അനന്തരമായി സ്വത്ത് കിട്ടൂല. വലാ അലൈഹിന്ന ഇദ്ദ, അവരുടെ മേലെ ഇദ്ദ നിർബന്ധമാവൂല. ഫഅലിമു സവാബ മാ ദഹബ ഇലൈഹി, അവർക്ക് മനസ്സിലായപ്പോൾ അവർ അതിന് പോയി. വസല്ലമു ലി അംരിഹി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് കീഴൊതുങ്ങി. വറദൂ ബിഹുക്മിഹി, അതിൽ തൃപ്തിപ്പെട്ടു. വലൗലാ മാ ഫഅലഹു അലി റളിയല്ലാഹു അലൈഹി, അലി റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ മാ അലിമ അന്നാസു കൈഫ തകൂനു മുഖാതലതു അഹ്ലിൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങളുമായിട്ട് യുദ്ധം നടന്നാൽ എന്താണ് ചെയ്യേണ്ടി വരിക എന്ന ആളുകൾക്ക് അറിയുമായിരുന്നില്ല. ഈ 4 കാര്യങ്ങളും ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇതിലുള്ളത് ഇങ്ങനെ വായിച്ചെന്നുള്ളൂ. ചരിത്രം പറയാനാണെങ്കിൽ വിശദീകരിച്ച് പറയേണ്ട ഇസ്ലാമിക ലോകത്ത് അത്രയും ഖൈറുണ്ടാക്കിയ 4 കാര്യങ്ങളാണ്. അപ്പൊ അസ്ൽ ബസീർ റഹിമഹുല്ലാഹ് പറയാണ് ഈ 4 കാര്യങ്ങൾ ഈ ഉമ്മത്തിന് ഖൈറായതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വഅമ്മൽ അംറാനി അല്ലദാനി അഫ്സദ അംറന്നാസ്, ഈ ഉമ്മത്തിന്റെ അവസ്ഥ ഫസാദാക്കി കളഞ്ഞ 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഫമാ ഫഅലഹു അംർ ബിൽ ആസ്, അംർ ബിൽ ആസ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു കാര്യമാണ്. മിൻ റഫ്ഇഹി അൽ മുസാഹിഫ്, അൽ മസാഹിഫ്, മുസ്ഹഫുകൾ ഉയർത്തി കാണിച്ചു. അഥവാ സിഫീൻ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യവും മുആവിയ റളിയല്ലാഹു അൻഹു സൈന്യവും യുദ്ധം നടന്നപ്പോൾ അതിന്റെ ഇടയിൽ ഒരു മസ്ലഹത്തിന് വേണ്ടിയിട്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ബുദ്ധിയായിരുന്നു മുസ്ഹഫ് കുന്തത്തിൽ വെച്ചുകൊണ്ട് പൊന്തിച്ച് കാണിക്കുക എന്നുള്ളത്. അതായത് അള്ളാഹിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മസ്ലഹത്തുണ്ടാക്കി നമുക്കിത് നിർത്താം, അവസാനിപ്പിക്കാം എന്നാണ് ആര് ഉദ്ദേശിച്ചത്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അങ്ങനെ അത് പൊന്തിച്ച് കാണിച്ചു. വഖൗലിഹി മാ ഖാല ഹത്താ ഹക്കമത്തിൽ ഖവാരിജ്, ഇങ്ങനെ പൊന്തിച്ച് കാണിച്ച് ഇവർ തമ്മിൽ എന്തായി? 2 മുസ്ലിം സൈന്യം എന്തായി? നമുക്ക് 2 ആളുകളെ, അപ്പുറത്ത് അബൂ മൂസ അശ്ശരിയും ഇപ്പുറത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹു കൂടി നമുക്ക് സംസാരിച്ച് എന്താണോ വിധി നടപ്പിലാക്കുന്നത് അത് അംഗീകരിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ആര് പുറത്തുപോയത്? ഖവാരിജികൾ പുറത്തുപോയത്. അവർ പറഞ്ഞത് എന്താ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അതിനാണ് അംർ ബിൻ ആസ് ഖുർആൻ പൊന്തിച്ച് കാണിച്ചത് അവർ പറഞ്ഞത്. പക്ഷെ അംർ ബിൻ ആസ് റളിയല്ലാഹു ഉദ്ദേശിച്ചത് എന്താണ്? ഇതൊരു മസ്ലഹത്താക്കി തീർക്കാന്നാണ്. അതാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു ഉദ്ദേശിച്ചത്. അപ്പൊ ആ പൊന്തിച്ചത് കൊണ്ട് ഖവാരിജികൾ പുറത്തുപോയി. പിന്നീട് ഉണ്ടായത് വലിയ ഫിത്നകളായിരുന്നു. എന്നിട്ട് ഹസൻ ബഷീർ റഹിമഹുല്ലാഹ് പറയാണ് ഫലാ യസാലു ഹാദ തഹ്കീം ഇലാ യൗമിൽ ഖിയാമ, അതല്ല എങ്കിൽ അന്ന് അങ്ങനെ ഇല്ലാന്നെങ്കിൽ നല്ല രീതിയിൽ അത്
അഫ്വൻ ഈ ഒരു വാദം അത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന അവസ്ഥയുണ്ടായി. വഖദ് കാന അലിയുൻ റളിയല്ലാഹു അൻഹു ഫഹിമ മാ അറാദു അംറുൻ. അലി റളിയല്ലാഹു അൻഹു എന്ത് മനസ്സിലായി? അംർ ഇബ്നു ആസ് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹാ അൽ ബാത്തിൽ. ഖവാരിജികൾ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്നുള്ള വാദം അവര് പറഞ്ഞത് ഖുർആനിലുള്ള വാക്കാണ്, പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് വേറെ തെറ്റായ ഉദ്ദേശമാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ ചെയ്തത് ഉമ്മത്തിന് വലിയ അപകടമുണ്ടാക്കിയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം മാ ഫഅലഹു അൽ മുഗീറത്ത് ഇബ്നു ശുഅബ. മുഗീറത്ത് ഇബ്നു ശുഅബ ചെയ്ത ഒരു കാര്യമാണ് ഈ ഉമ്മത്തിന് ഫസാദായി മാറിയ രണ്ടാമത്തെ കാര്യം. എന്താണ്? ഹീന കതബ ഇലൈഹി മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുഗീറക്ക് ഒരു കത്തെഴുതി. ഇഖ്ദം ഇലയ്യ മുഗീറ ലഉലിമക്, നിനക്ക് ചില കാര്യങ്ങൾ അറിയിക്കാൻ നീ എന്റെ അടുക്കിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഫതഅഖറ അൻഹു അയ്യാമൻ, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ വരാൻ വേണ്ടി വൈകി. ثم ورد عليه, പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് വന്നു. ഫഖാല മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ അബ്താ ബിക്, നീ എന്തുകൊണ്ടാണ് വരാൻ വൈകിയത്? ഖാല മുഗീറ പറഞ്ഞു, അംറുൻ ബദഅതുഹു കരിഹ്തു അൻ ആതിയ ഖബ്ല ഇഹ്കാമിഹി. ഞാൻ ഒരു കാര്യം അവിടെ ചെയ്തു തുടങ്ങിയിരുന്നു, അത് പൂർത്തിയാകുന്നതിന് മുമ്പ് വരാന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു മാ ഹുവ, എന്താണ് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഖദ്തുൽ ബൈഅത ലിയസീദ അലാ അഹ്ലിൽ കൂഫ. കൂഫക്കാരിൽ നിന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ യസീദിന് ഞാൻ ബൈഅത്ത് വാങ്ങുകയായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ശേഷം യസീദിനെ ഖലീഫയായി വെക്കുമെന്നുള്ളതിന് അവരിൽ നിന്ന് ഞാൻ ബൈഅത്ത് വാങ്ങുകയായിരുന്നു പറഞ്ഞു. ഖാല അവ ഫഅൽത ദാലിക്, അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ അങ്ങനെ ചെയ്യായിരുന്നു ചോദിച്ചു. അപ്പൊ ഖാല ബല, അതേ എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫർജി ഇലാ അമലിക്, നീ ചെയ്തത് അതിലേക്ക് നീ മടങ്ങിക്കൊള്ളുക, അത് പൂർത്തീകരിച്ചു കൊള്ളുക. വതമ്മിമ്മ ബദഅതഹു, അത് നീ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞു. ഫലമ്മ ഖറജ, അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഖാലഹു അസ്ഹാബുഹു മാ വറാഅക്, എന്താണ് കാര്യം ചോദിച്ചപ്പോ ഖാല, അപ്പോ മുഗീറ റളിയല്ലാഹു അൻഹു പറയാണ്, വളഅതു റിജ്ല മുആവിയത ഫീ ഗർസി ലാ തസാലു ഫീഹി ഇലാ യൗമിൽ ഖിയാമ, ഞാൻ തുടങ്ങിയ ഒരു കാര്യത്തിലേക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പ്രവേശിച്ചിട്ടുണ്ട്, അത് അന്ത്യനാൾ വരെ ഇനി തുടർന്നുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞിട്ട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയാണ്, ഫമിൻ അജ്ലി ദാലിക ബായഅ ഹൗലാഇ അബ്നാഹിം, അന്ന് തൊട്ട് എന്തുണ്ടായി? ഇസ്ലാമിക ഖിലാഫത്ത് ഏത് രീതിയിലായി? മക്കൾക്ക് നൽകുന്ന അവസ്ഥയുണ്ടായി. വസാറത്തിൽ ഖിലാഫത്തു തുതവാറസു, മക്കൾക്ക് അനന്തരമായി ലഭിക്കുന്ന അവസ്ഥയിൽ ഖിലാഫത്ത് വന്നു. വലൗലാ ദാലിക, അതില്ലായിരുന്നെങ്കിൽ ലകാനത് ശൂറ, അത് ശൂറ കൂടി ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത് തെറ്റായോണ്ടല്ല, മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല, പക്ഷേ അതില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഉണ്ടാവുക? ശൂറ കൂടിയിട്ടാണ് തീരുമാനിക്കുക. ലാ യലീഹ ഇല്ലാ മൻ തുഫിഖ അലാ ഫദ്ലിഹി, ആളുകൾ ഒരുമിച്ച് ചേർന്ന് ശ്രേഷ്ഠത യോജിച്ച് വെച്ച് ആളുകൾക്ക് ലഭിക്കുമായിരുന്നു. വസ്തിഖാഖിഹി അൽ ഇമാമത്തി ഇലാ യൗമിൽ ഖിയാമ, അങ്ങനെ ഇമാമത്ത് അന്ത്യനാൾ വരെ നിലനിൽക്കുമായിരുന്നു എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഖിലാഫത്ത് മക്കൾക്ക് കൊടുക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമായതുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ അതിനേക്കാൾ ഖൈർ ഏതായിരുന്നു? ശൂറ കൂടി തീരുമാനിച്ച് ഫളിലുള്ള ഒരാളെ തെരഞ്ഞെടുക്കലായിരുന്നു എന്ന് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉമ്മത്തിന് വലിയ ഫസാദ് ഉണ്ടാക്കിയെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു മഹത്തായിട്ടുള്ള കാര്യമാണ്. ഇത് ഇങ്ങനെ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങളെല്ലാം വിശദീകരിക്കുന്ന ദർസുകളോ മറ്റോ ഉണ്ടെങ്കിൽ കേട്ടും വായിച്ചും സഹീഹായത്, ഈ വിഷയങ്ങളിലെല്ലാം ധാരാളം കുഴപ്പങ്ങൾ നിറഞ്ഞ ചരിത്രങ്ങൾ ഷിയാക്കളിൽ നിന്നും അല്ലാതെ പിഴച്ച ആളുകൾ എഴുതിയതുണ്ട്. അങ്ങനെയല്ല, സഹീഹായത് വിശ്വാസയോഗ്യമായത് കേൾക്കുകയും വായിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. 2 അസർ കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ 3ാമത്തെ ഫസ്ൽ അവസാനിക്കും. വകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, റുവിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതി അല അടുത്ത വേറെ അസർ, ലഖദ് മവാ ബൈന ഐദീകും അഖ്വാമുൻ, നിങ്ങളുടെ മുമ്പ് ഒരു സമൂഹം കടന്നു പോയിട്ടുണ്ട്. ലൗ അൻഫഖ അഹദുഹും അദദൽ ഹസാ, അവര് കല്ലിന്റെ എണ്ണത്തോളം അവര് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ലഖശി അല്ലാ യുഖ്ബല മിൻ, അവർ ഭയപ്പെടുമായിരുന്നു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ. വലാ യൻജുവ ലിഇൽമിൽ അംരി ഫീ നഫ്സിഹി, അവർ ചെയ്ത ആ കാര്യം അവരുടെ മനസ്സിൽ വലുതായി തോന്നിയിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അവർക്ക് തോന്നാറുണ്ടായിരുന്നില്ല. സ്വഹാബികളെ പറ്റിയാണ് പറയുന്നത്. അവരെത്ര നന്മകൾ ചെയ്തിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഭയം എന്തായിരുന്നു? അള്ളാഹു ഇത് സ്വീകരിക്കുമോ എന്നുള്ളത്. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ചെറിയ നന്മകൾ ചെയ്താൽ പോലും വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന നിലക്ക് നമ്മൾ സമാധാനിക്കുകയാണ്. പക്ഷേ സ്വീകരിക്കുമോ എന്നുള്ള ഭയം ഈമാനിന്റെ അടയാളമാണ്. അവസാനത്തെ അസർ ഈ ഫസ്ലിലെ, വസുഇല അൻ അലി റളിയല്ലാഹു അൻഹു
അലി റളിയല്ലാഹുവിനെ കുറിച്ച് ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാന വല്ലാഹി സഹ്മൻ സായിബൻ മിൻ മറാമി അല്ലാഹു തആല, അല്ലാഹു തആലയുടെ അമ്പുകളിൽ ഉന്നം തെറ്റാത്ത ശരിയായിട്ടുള്ള ഒരു അമ്പാണ്. ഒരു സ്ഥാനം പറയാൻ, വകാന റബ്ബാനി ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ റബ്ബാനി ആയിട്ടുള്ള ഇൽമുള്ള വ്യക്തിയാണ്. ഫറായിലും അതുപോലെ നഹ്വിലും അതുപോലെ ഖുർആനിലും എല്ലാം അങ്ങേയറ്റം അറിവുള്ള വ്യക്തിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഫി ദിർവതി ഫദ്ലിഹി വശറഫിഹ, അങ്ങേയറ്റം ഫദ്ലും ഷറഫുള്ള ആളായിരുന്നു. കാന ദാ ഖറാബത്തിൻ ഖരീബത്തിൻ മിൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത കുടുംബമാണ്. അബൽ ഹസൻ വൽ ഹുസൈൻ, ഹസനിന്റെയും ഹുസൈന്റെയും ഉപ്പയാണ്. വസവ്വജ ഫാത്തിമത അസ്സഹ്റ, ഫാത്തിമ ബിയെ വിവാഹം കഴിച്ച വ്യക്തിയാണ്. ലം യകും ബിസ്സറൂഖത്തി ലിമാലില്ലാ, അല്ലാഹുവിന്റെ സമ്പത്തിൽ നിന്ന് കട്ടെടുക്കുന്ന ഒരാളായിട്ടില്ല. വലാബിൽ ബറൂമത്തി ഫി അംരില്ല, അല്ലാഹുവിന്റെ കൽപ്പനകളെ എതിർക്കുന്ന ഒരാളായിട്ടില്ല. വലാബിൽ മലൂലത്തി ഫി ഹഖില്ല, അല്ലാഹുവിന്റെ അവകാശങ്ങളെ കൊടുക്കാത്ത ഒരാളായിട്ട് മാറിയിട്ടില്ല. അഅതൽ ഖുർആന അസായിമഹു, ഖുർആനിന് അതിന്റെ ഫളലും ശ്രേഷ്ഠതയും നൽകിയ വ്യക്തിയാണ്. വഅലിമ മാ ലഹു ഫീഹി വമാ അലൈഹി, ആ ഖുർആനിനെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയുമായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. അപ്പോൾ സഹോദരങ്ങളെ, ഈ കിതാബിന്റെ 3 ഫസ്ലുകൾ നമ്മൾ വായിച്ച് അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് ഇതുപോലെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഈ സലഫുകളുടെ ഉപദേശം, പ്രത്യേകിച്ചും അറിയപ്പെട്ട വളരെയധികം ശ്രേഷ്ഠതയുള്ള ഹസൻ ബസീർ റഹിമഹുള്ളയുടെ ഓരോ ഉപദേശങ്ങളും പാഠങ്ങളും വളരെയധികം ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ഉതകുന്നതാണ് ചിന്തിക്കുന്നവർക്ക്. അതുകൊണ്ട് ആലോചിക്കുകയും ജീവിതത്തിൽ അതിന്റെ അനന്തരഫലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.